അല്ലെങ്കിൽ ഒരു 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 പത്രപ്രവർത്തകന്റെ പ്രവർത്തനമായിരുന്നാലും ഒക്കെ അതിലേക്ക് ആൾ കൊടുക്കുന്ന ഒരു അറ്റൻഷൻ. പിന്നെ സൊസൈറ്റി ഇതെല്ലാം ചെയ്യുന്ന സമയത്തും നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണെന്നും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നതല്ല എന്നും അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതിന്റെ അത്രയെങ്കിലും സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി സമൂഹത്തിലുണ്ടാവും. ഈ പ്രകൃതി എന്ന് പറഞ്ഞത് നമ്മൾക്ക് വരദാനമായി കിട്ടിയിരിക്കുന്ന ഈ പ്രകൃതി നമ്മൾ കൊണ്ടുവന്നതല്ല. വായു ഒരുപക്ഷെ ഒരു 5 മിനിറ്റിൽ കൂടുതൽ സമയം ഏതെങ്കിലും രീതിയിൽ ഓക്സിജൻ നിന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. 5 ദിവസത്തിൽ കൂടുതൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇനി സർവോപരി നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്, ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോകേണ്ടതാണ്. അപ്പൊ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം നമ്മൾ എക്സസൈസിനായിരുന്നാലും വായനക്കായിരിക്കാനും മറ്റു കാര്യങ്ങൾ, ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും ഉപരി നമ്മളൊരു കോസ്മിക് എനർജിയുടെ വെറും ഒരു കണമാണെന്നും ആ കോസ്മിക് എനർജിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു അനന്തതയുടെ ഒരു ചിന്ത, അതിനെയാണല്ലോ നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലീജിയൻ, ആ സ്പിരിച്വൽ. ഇങ്ങനെയുള്ള ഒരു എല്ലാം ഈ ജീവിതമാകുന്ന ഒരു ഓർക്കസ്ട്രയിലെ ഈ വിവിധ ഇൻസ്ട്രുമെന്റുകളെ നമ്മൾ യഥാർത്ഥത്തിൽ യോജിക്കുമ്പോഴല്ലേ യഥാർത്ഥത്തിലുള്ള ഒരു നല്ല സുഖത്തിലുള്ള ഒരു സിംഫണി എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്നു. അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാകുമ്പോൾ സമൂഹത്തെ തിരസ്കരിച്ചുകൊണ്ട് ജോലിയെ തിരസ്കരിച്ചുകൊണ്ട് ഫാമിലിയെ തിരസ്കരിച്ചുകൊണ്ട് മറ്റെല്ലാം, അല്ലെങ്കിൽ പ്രകൃതിയെ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ആനന്ദം ഉണ്ടാകുന്ന സമയത്ത് ഈ സിംഫണി സംഭവിക്കാറുണ്ടോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരുടെയും ജീവിതം ത്രോസ് എ വെറൈറ്റി ഓഫ് ചോയ്സ്. നമ്മുടെ മുമ്പിൽ ഒരു അനന്തമായിരിക്കുന്ന നിരവധി സാധ്യതകളെയും നിരന്തരം ചോയ്സുകളുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് ചോയ്സ് ചെയ്യുന്നു, നമ്മൾ കിട്ടിയിരിക്കുന്ന സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഏതെല്ലാം സെലക്ട് ചെയ്യുന്നു, നമ്മൾ മുമ്പിലൂടെ വരുന്ന വ്യക്തികളിൽ ഏതെല്ലാം നമ്മൾ എങ്ങനെയെല്ലാം അവരെ ട്രീറ്റ് ചെയ്യുന്നു, ഈ ചോയ്സ് നമ്മുടെ സിംഫണിയുടെ മനോഹാരിതയും സംഗീതാത്മതയും വർദ്ധിപ്പിച്ചേക്കാം. നല്ല ചോയ്സുകളാണെങ്കിൽ ഒരുപക്ഷെ നല്ല സക്സസിലേക്കും ദർബൈ ഒരു ഫുൾഫിൽമെന്റിലേക്കും ഒരു ഹാപ്പിനെസ്സിലേക്കും നമ്മൾ നയിക്കാം. ഒരുപക്ഷെ റോങ് ചോയ്സിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ നിരന്തരമായിരിക്കുന്ന ദുഃഖവും ഒരുപക്ഷെ മിസറിയിലേക്കും നമ്മളെ നയിച്ചേക്കാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ചോയ്സസ് എന്നുള്ളതും അതുപോലെ തന്നെ ആ ചോയ്സുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമായിരുന്നില്ല, ആ ചോയ്സിലേക്ക് നമ്മളെ സംബന്ധിച്ചുള്ള അതിന്റെ കമ്മിറ്റ്മെന്റും ഇന്റൻസിറ്റിയുമാണ്. നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു യാത്രയായിട്ട് കാണുകയാണെങ്കിൽ ഒരു 10-90 വർഷത്തെ യാത്രയായി കാണുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിൽ ചിലരെല്ലാം തന്നെ 10-15 വർഷം യാത്ര ചെയ്തവരുണ്ടാവും. ഏതോ ഒരു സ്റ്റേഷനിൽ എത്തി നിൽക്കുകയായിരിക്കും. ചിലർ 80, 60, 70 കഴിഞ്ഞവരായിരിക്കും വേറൊരു സ്റ്റേഷനിൽ എത്തി നിൽക്കുകയായിരിക്കും. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചില ഡിസിഷൻസ് തിരിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കാം. പക്ഷെ ഇനിയും മുന്നോട്ടേക്കുള്ള യാത്രകൾ ബാക്കിയുണ്ടെന്നിരിക്കെ അതിലെന്ത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചോയ്സിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ലൈഫ് ഫോർ എ കോസ് വിത്ത് എ പ്രിൻസിപ്പിൾ. നമ്മളിതെല്ലാം നമ്മളുടെ ഫാമിലിയും മറ്റു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കോസിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ, അത് ഒരു പ്രിൻസിപ്പിളോട് കൂട്ടിയിട്ട് ഒരു കോസിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഒരു തത്വത്തോട് കൂടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അയാൾ ഈ പറയുന്ന എല്ലാ ലിമിറ്റുകളും ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എത്തുകയും അതിന്റെ ഒരു പുതിയ സെനിത്ത് ഓഫ് സിംഫണി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നമുക്ക് കാണാൻ പറ്റും. അത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, ഒരുപക്ഷെ എന്തായിരിക്കാം, ഒരു കളക്റ്റീവ് ഹാപ്പിനെസ് ഓഫ് ദ സൊസൈറ്റി ആയിരിക്കാം. നാളെ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത്, 74ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഈ ഒരു കോസ് വിത്ത് പ്രിൻസിപ്പിൾ നമ്മൾ മഹാത്മാഗാന്ധിയിൽ കാണാൻ പറ്റും. ഈ ബ്രിട്ടീഷ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണമെന്നുള്ള ഈ വളരെ കൃത്യമായിരിക്കുന്ന ദൃഢനിശ്ചയം, അതോടൊപ്പം തന്നെ അത് വെറുതെ ഒരു രക്തരൂക്ഷിതമായിരിക്കുന്ന വിപ്ലവത്തിലൂടെ ആകരുതെന്നും അഹിംസയും അതോടൊപ്പം തന്നെ സത്യത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് സത്യാഗ്രഹം നോൺ വയലൻസ് ആണ് അദ്ദേഹത്തിന്റെ 2 ടൂളുകളായിട്ട് വെച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രിൻസിപ്പിളിലൂടെ ഇന്ത്യയിലെ വിവിധ ജാതി മതങ്ങളായി വേർതിരിഞ്ഞിരുന്ന ആളുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 30 കൊല്ലക്കാലത്തെ തീവ്ര ശ്രമം കൊണ്ട് ഒരു ഇന്ത്യക്കുള്ള ഒരു ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും 1947 എത്തുമ്പോൾ ഒരു വെടിയുണ്ട പോലും തീർക്കാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ പൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കോസ് വിത്ത് പ്രിൻസിപ്പിൾ എന്നും മഹാത്മാഗാന്ധി എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ വിശ്വാസികളുടെയും ഈ ഓഫീസിന്റെ മുകളിലും ചുമരിലും തൂങ്ങുന്നതിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പോകുന്നതും ഈ കോസിന്റെയും ഈ പ്രിൻസിപ്പിളിനെയും. ഒരു പക്ഷേ 73 കൊല്ലം നമ്മൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഇന്നും ഒന്നിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ അഹിംസയും സത്യാഗ്രഹവും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തത്വത്തിൽ ഇന്ത്യക്ക് വേണ്ടി മഹാത്മാഗാന്ധി പോരാടി നമുക്ക് സ്വാതന്ത്ര്യത്തിന് നേടിത്തരുന്നതിന് നേതൃത്വം വഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ആകെ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ളത് MBT മിഷൻ ബെറ്റർ ടുമാറോ പ്രസന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബി പോസിറ്റീവ്. എല്ലായ്പ്പോഴും നമ്മൾ കഴിയുന്നിടത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഏതൊരു ഇരുട്ടിനുള്ളിലും ഒരു പ്രകാശത്തിന്റെ സാധ്യതയുണ്ടെന്നും
കഴിയുന്നിടത്തോളം നമ്മൾ പ്രൊഡക്റ്റീവായി ജീവിക്കുക. അതുവഴി സമൂഹത്തിലും ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് നമ്മൾ അകത്തും പുറത്തും എന്തായി മാറുക, സമാധാനവും ശാന്തിയോടുകൂടി ജീവിക്കുക. നമ്മളിപ്പോഴത്തെ നമ്മുടെ താരമുണ്ട്, നമ്മളൊരു ഗ്രേറ്റ് ഫിലോസഫർ ഉണ്ട്, ഫായിസ് പറഞ്ഞതുപോലെ ചിലത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വലിയ വലിയ ചിന്തകളൊക്കെ ഉണ്ടാവും. ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. എന്റേത് റെഡിയായില്ല, അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്യാ, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, എന്നാലും നമുക്ക് പരമാവധി ശ്രമിച്ചു നോക്കാം നന്നാക്കാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് 3 വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് നമുക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റിന്റെ എനിക്ക് തോന്നുന്നു 10ാമത്തെ എപ്പിസോഡില് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു പാനലാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതൊരു നിമിത്തം പോലെ സംഭവിച്ചാണെന്ന് തോന്നുന്നു. സുരേഷ് ജി, രഞ്ജിയേട്ടൻ, ഷഹബാസ്ക, കൂടെ വിജയൻ സാറും. ഇത് ഈ ഒരു സംഗമം തന്നെ വളരെ വളരെ മനോഹരമാണ്, വളരെ സന്തോഷം നൽകുന്നതാണ്. ഇപ്പൊ സിനിമയിലൂടെയും സംഗീതത്തിലൂടെയും ആതുര സേവനത്തിലൂടെയൊക്കെ ജീവിതത്തിന്റെ മനോഹരമായിട്ടുള്ള താളം മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള 3 മഹാരഥന്മാരാണ് നമുക്കുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 3 പേരെയും യാദൃശികം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 3 പേരെയും ഒരൊറ്റ സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഈ 3 പേരെയും കണ്ടത്, നേരിട്ട് കണ്ടത്. നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ സ്റ്റേജിൽ ഷഹബാസ്ക പാടുന്നതിനപ്പുറത്തേക്ക് വളരെ അടുത്ത് നിന്ന് ഈ 3 പേരെയും ഒരുമിച്ച് കണ്ടത് ഒരു സ്ഥലത്ത് വെച്ചാണ്. അത് സുരേഷ് ജി കോഴിക്കോട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലാണ്. അപ്പൊ അവിടെ ഈ പ്രത്യേകിച്ച് മാറാരോഗങ്ങളും അതുപോലെ തന്നെ മരണത്തോടടുത്തൊക്കെ നിൽക്കുന്ന രോഗികളുടെ അടുത്ത് അത്തരം രോഗികളോടും കൂട്ടിരിപ്പുകാരോടും സംവദിക്കാൻ പലതവണ എത്തിയിട്ടുള്ള രഞ്ജിയേട്ടനെ ഞാൻ അവിടെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എന്റെ ഒരു സന്നദ്ധ പ്രവർത്തനം തുടങ്ങിയത് അവിടുന്നാണ്. എന്റെ ഗുരുനാഥനായിട്ടുള്ള സുരേഷിയുടെ കൂടെയാണ് ആദ്യത്തെ എന്റെ ജോലി തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ രോഗികളോടൊക്കെ സംവദിക്കാൻ വരുന്ന രഞ്ജിയേട്ടനെ ഞാൻ നേരിട്ട് പല പ്രാവശ്യം അവിടുന്ന് കണ്ടിട്ടുണ്ട്. അവിടെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയൊക്കെ സമാശ്വസിപ്പിക്കാൻ വരുന്ന പാട്ടുപെട്ടിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്ന ഷഹബാസ് ഖാനെ ഞാൻ അവിടുന്ന് സ്ഥിരമായിട്ട് കണ്ടുമുട്ടാറുണ്ട്. അപ്പോ നമുക്ക് ഇനി ഒട്ടും ഈ സമയം കളയാതെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ഇരിക്കുന്നത് ഇവരുടെ ഈ 3 പേരുടെയും വാക്കുകൾ കേൾക്കാനാണ്. എനിക്ക് തോന്നുന്നത് ഈ ജീവിതത്തിന്റെ പരമോന്നതമായ താളം ഒരുപക്ഷെ സംഭവിക്കുന്നത് മരണത്തിലേക്ക് അടുക്കുമ്പോഴോ അല്ലെങ്കിൽ മരണത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സുരേഷിയുടെ അടുത്തുനിന്ന് തുടങ്ങാൻ തോന്നുന്നു. 100 കണക്കിന് സഹോദരങ്ങൾക്ക് സുഗമമായിട്ടുള്ള മരണം ഒരുക്കിയ സുരേഷിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സുരേഷിയുടെ ഒരു അനുഭവം എന്താണ് സുരേഷിയെ സംബന്ധിച്ചിടത്തോളം ഈ സിംഫണി ഓഫ് ലൈഫ്? ഓക്കെ, ഇത് ജീവിതത്തിന്റെ സംഗീതം അല്ലെങ്കിൽ ജീവിതത്തിന്റെ സിംഫണി എന്ന് പറയുന്നത് അത് വളരെ ഒന്നാമത്തെ ഒരു കാര്യം, അത് വളരെ ആത്മനിഷ്ഠമായ ഒരു സാധനമാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിയിട്ട് ഇത് ഇയാളുടെ ജീവിതം വളരെ നല്ല താളത്തിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ജീവിതം താളത്തിലല്ല പോകുന്നത്, മറ്റേയാളുടെ ജീവിതം നോക്കൂ വളരെ ജീവിത വിജയം നേടിയിട്ടുണ്ട് അയാൾ വളരെ ഉഷാറാണ്, ആ പറയുന്നത് അല്ല ഞാൻ കാണുന്നത് ഒരു സംഖ്യ. നമ്മൾ കാണുന്നത് അവനവന്റെ ജീവിതത്തിൽ അവനവൻ എന്ത് കാണുന്നു, അവനവന്റെ ജീവിതത്തിൽ ഒരു താളഭംഗമോ സംഗീതമോ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം നേരത്തെ ഇപ്പോ വിജയൻ സാറും സേഫും പറഞ്ഞ പോലെ ജീവിതത്തിന്റെ അവസാന കാലത്തുള്ള ഒരുപാട് മനുഷ്യന്മാരുമായിട്ട് അടുത്ത് ഇടപെടാനും സംസാരിക്കാനും സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ മരണത്തെ മുമ്പിൽ കാണുമ്പോൾ വേറെ ഒരുപാട് മറ്റ് ഇൻഹിബിഷൻസ് ഇല്ലാതെ ഒരുപാട് മനുഷ്യന്മാര് കുറെ കൂടി സത്യസന്ധരായിട്ട് സംസാരിക്കാൻ തയ്യാറാവും. അപ്പൊ നമ്മള് സാധാരണഗതി വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സാധാരണഗതിയിൽ വലിയ വിജയം നേടിയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാര് പലപ്പോഴും അവര് സത്യസന്ധമായിട്ട് അവരുടെ ജീവിതത്തെ കാണുമ്പോൾ അത് എത്രമാത്രം താളഭംഗത്തോടെയും എത്രമാത്രം അപസ്വരങ്ങളായിരുന്നു അതെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു അവർ നേരത്തെ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് പറയുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ വളരെ ഇത് എന്തൊരു ജീവിതമാണ് നമ്മൾ പുറത്ത് നോക്കുന്ന ചില മനുഷ്യന്മാര് എത്ര സമാധാനപൂർണവും എത്ര സന്തോഷവുമായിട്ടുള്ള ജീവിതമായിരുന്നു, അല്ലെങ്കിൽ എത്ര സംഗീതാത്മകമായ ജീവിതമായിരുന്നു അവരുടെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതിലൊരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാധനം, ജീവിതത്തിലുള്ള വളരെ അർത്ഥപൂർണമായിട്ടുള്ള നിമിഷങ്ങളുടെ ഒരു ഫ്ലോ ആണ് നമ്മുടെ ജീവിതത്തിലെ സംഗീതം എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അത് തിരിച്ചറിയപ്പെടാതെ അവനവൻ അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത് പലപ്പോഴും അതിന്റെ പിന്നിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് അനാവശ്യവും അല്ലെങ്കിൽ മെക്കാനിക്കലും ഒക്കെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ആണ്. ഈ നോയ്സിന്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സംഗീതം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫ്ലോ
അത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ജീവിതത്തിലെ സന്തോഷത്തിനും ഹാപ്പിനെസ്സിനും, ജീവിതം തന്നെ അർത്ഥപൂർണ്ണമാകുന്നത്. അതാണ് എനിക്ക് ഇത്തരം ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടുകയും അവരോട് സംസാരിക്കുകയും അവരോട് കേൾക്കുകയും ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. താങ്ക് യു സുരേഷ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്നാണ് സുരേഷ് ഉപയോഗിച്ച ഒരു വാക്ക്. അതിനിടയിൽ നമ്മൾ അർത്ഥപൂർണ്ണമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. രഞ്ജിയേട്ട ഈ സിംഫണി ഓഫ് ലൈഫ് എന്നുള്ള വിഷയവും രഞ്ജിയേട്ടനാണ് അതിഥി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഓടി വന്ന രഞ്ജിയേട്ടന്റെ തന്നെ സൗണ്ടിൽ ഞാൻ കേട്ട ഒരു ഡയലോഗാണ്. അതെന്ന് വെച്ചാൽ ചില ജീവിതങ്ങളുണ്ട്, ചില ചുറ്റുപാടുകളുണ്ട്, ഇതൊന്നും ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്ക് മാറുന്നതല്ല. രഞ്ജിയേട്ടന്റെ സൗണ്ടിൽ തന്നെ കേട്ട ഡയലോഗാണ് ആദ്യം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ജീവിതത്തിന്റെ താളത്തെക്കുറിച്ചും ഇപ്പൊ സുരേഷ് പറഞ്ഞ പോലെ താളഭംഗങ്ങളെ കുറിച്ചൊക്കെ നിരവധി കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് വളരെ മനോഹരമായി കാണിച്ചു തന്നിട്ടുള്ള ആളാണ് രഞ്ജിയേട്ടൻ. രഞ്ജിയേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സിംഫണി ഓഫ് ലൈഫ്? നമസ്കാരം. കേൾക്കാമോ എന്നെ? കേൾക്കാം രഞ്ജിയേട്ട, കേൾക്കാം. ഈ അർത്ഥപൂർണം എന്നുള്ള വാക്ക് ഇങ്ങനെ സുരേഷ് ആവർത്തിച്ച് പറയുമ്പോൾ, ഡോക്ടർ സുരേഷിന്റെ പഴയ ചങ്ങാതിയാണ്, എനിക്ക് ഏറ്റവും അധികം സന്തോഷകരമായി തോന്നിയത്, അർത്ഥപൂർണമായ ഒരു സായാഹ്നത്തിന്റെ തുടക്കം എന്ന് തോന്നിയത്, ഞാൻ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകളിൽ ചിലതിലെ ഈ നായകന്മാര് മീശ പിരിക്കുക എന്നുള്ളത് ആൺ ഗർവിന്റെ ഒരു ലക്ഷണമായിട്ട് രഞ്ജിത്ത് അത് തിരശീലയിലേക്ക് പകർത്തി എന്നൊക്കെ പറഞ്ഞപ്പോ, മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മളൊക്കെ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന സുരേഷ് മീശ പിരിച്ചിരിക്കും. അപ്പൊ മീശ പിരിക്കലിൽ ആൺ ഗർവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കുറെ കാലത്തിന് ശേഷം സുരേഷിനെ കാണുകയാണ് ഈ സ്ക്രീനിലൂടെ. അപ്പൊ അവര് അപരാധമൊന്നുമല്ല, ഒരു ഈ മേൽചുണ്ടിന് മുകളിൽ വളരുന്ന രോമങ്ങൾ ഒരാൾ പിരിച്ചു വെച്ചാൽ അപരാധമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പല കേസുകളിൽ നിന്നും ഇന്ന് ജാമ്യത്തിൽ പുറത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സുരേഷ്. പിന്നെ ജീവിതത്തിന്റെ സംഗീതം അല്ലെ, അങ്ങനെയാണ് ആ ചോദ്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാനതിന് ജീവിതത്തിന്റെ സംഗീതം എന്താണ് അല്ല, രഞ്ജിയേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിതത്തിന്റെ സംഗീതം എന്ന്, അല്ലെങ്കിൽ ഞാൻ സംഗീതം എന്നതിന് പകരം അവിടെ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് ആനന്ദം എന്നാണ്. ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഫലപ്രാപ്തിയാണ്. പലപ്പോഴും നമ്മളുടെ എല്ലാ ശ്രമങ്ങളുടെയും അവസാനം ഫലപ്രാപ്തി. ഈ ഫലപ്രാപ്തി എന്ന് പറയുന്നത് അതിലേക്കുള്ള ചുവടുകൾ യാത്ര, അത് ആനന്ദകരമായിരിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠവും വലിയതുമായ കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ താങ്കൾ എന്നെ കാണാൻ വരുന്നു. താങ്കൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ഒരു പൂച്ചെടിയിൽ നിന്ന് ഒരു പൂ താങ്കൾക്ക് പറിച്ചു നൽകുമ്പോൾ അത് നൽകുന്ന എൻ്റെ മനസ്സിലും താങ്കൾ സ്വീകരിക്കുന്ന താങ്കളുടെ മനസ്സിലും സന്തോഷമുണ്ടാവും. അതിനെ നമുക്ക് ആ ക്ലൈമാക്സ് പോയിന്റായി നിർത്തിക്കൊണ്ട് അതിന്റെ പുറകിലേക്ക് സഞ്ചരിച്ചാൽ, ഞാൻ ആ വിത്ത് അല്ലെങ്കിൽ ഒരു ചെടിയുടെ ശാഖ മണ്ണിൽ ചേർത്ത് വെച്ച് അതിനെ പരിപാലിച്ച് സംരക്ഷിച്ച് വളർത്തി ഓരോ ഇലയും തെളിർത്ത് തഴുത്ത് ഒടുവിൽ ഒരു മൊട്ട് വിരിഞ്ഞ ഈ മൊത്തം യാത്രയിൽ ഞാൻ ഓരോ ഘട്ടത്തിലും ഓരോ ചുവടിലും അനുഭവിച്ചിട്ടുള്ള ആനന്ദം, അതിന്റെ ഫലപ്രാപ്തിയാണ് താങ്കളുടെ മുഖത്ത് നിന്നും എന്നിലേക്ക് വരുന്ന ചിരി എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനെയാണ് ഞാൻ സംഗീതം അല്ലെങ്കിൽ ആനന്ദം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏത് കർമ്മത്തിൽ ഇടപെടുമ്പോഴും അതിന്റെ ഓരോ ചുവടിലും അതിന്റെ ഫലപ്രാപ്തിയുടെ ആ മൊമെന്റിലല്ല, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന മനസ്സ്, അവിടുന്ന് തുടങ്ങുന്ന യാത്രയിൽ മുഴുവൻ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ജീവിതത്തിന്റെ സംഗീതം. അത് ആനന്ദം അനുഭവിക്കാതെയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അവിടെ സംഗീതം ഇല്ലാതാവുന്നു, അവിടെ ശ്രുതി ഇല്ലാതാവുന്നു, അപശ്രുതി വരുന്നു, താളം അവതാളമാവുന്നു. അപ്പൊ എന്നും ലോകത്തിന്
അവനവൻ ചെയ്യുന്ന പ്രവൃത്തി എന്തുമാവട്ടെ അത് ആനന്ദപൂർവം ചെയ്യുവാൻ കഴിയുക. ഓരോ ചുവടിലും, ആ യാത്രയുടെ ഓരോ ചുവടിലും ആനന്ദം അനുഭവിക്കാൻ കഴിയട്ടെ. അതിപ്പോ ഞാനും, നമുക്കൊപ്പം ഉള്ളത് ഷഹബാസ് ആണ്. ഞാനും ഷഹബാസും ചേർന്നൊരു സിനിമയുടെ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വരുന്നു. ഇന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗാനം വേണം എന്ന തോന്നൽ ഷഹബാസിലേക്ക് ഞാൻ പകരുന്നു. അവിടെ നിന്ന് ഷഹബാസ് ഹാർമോണിയത്തിലേക്ക് വിരലുകൾ കൊണ്ടുപോകുന്നു, അതിനൊരു ട്യൂൺ ഉണ്ടാവുന്നു, അത് എനിക്കും ഷഹബാസിനും ബോധ്യമാവുന്നു. അവിടേക്ക് ഒരു ഗാനരചയിതാവ് അല്ലെങ്കിൽ ഒരു കവി വരുന്നു, അതിന് വരികൾ ഉണ്ടാവുന്നു, ഇത് ചിട്ടപ്പെടുത്തുന്നു. ഒടുവിൽ അത് കേൾക്കുന്ന ഒരു മൂന്നാമൻ അല്ലെങ്കിൽ നാലാമനിലേക്ക് എത്തി അയാൾ അത് മനസ്സ് നിറയെ അനുഭവിക്കുന്ന ഫലപ്രാപ്തി. പക്ഷെ ഈ പ്രോസസ്സിൽ മുഴുവൻ ഞാനും ഷഹബാസും അല്ലെങ്കിൽ കവിയും അനുഭവിക്കുന്ന ആനന്ദം അത് ഇടം മുറിയാതെ ഉണ്ടാവുകയും വേണം. അതാണ് ജീവിതത്തിന്റെ സംഗീതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു രഞ്ജിയേട്ടാ. എനിക്ക് തോന്നുന്നു സുരേഷിയും രഞ്ജിയേട്ടനും രണ്ട് കോണുകളിൽ നിന്ന് അതിനെ ഒരേപോലെ, എനിക്ക് തോന്നുന്നത് ഒരേ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും രഞ്ജിയേട്ടൻ പറഞ്ഞ പോലെ രഞ്ജിയേട്ടന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ, അത് ഒരു ചിന്ത ഷഹബാസ് ഖാന്റെ അടുത്ത് ഷെയർ ചെയ്യുകയും ആ പരസ്പരമുള്ള ഒരു ആനന്ദത്തിൽ നിന്ന് ഉരുതിരിഞ്ഞു വന്ന സംഗീതത്തെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉരുതിരിഞ്ഞു വരുന്ന പല സംഗീതമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗീതം എന്നും കൂടി പറഞ്ഞു വെക്കട്ടെ. നമുക്ക് ഷഹബാസ് ഖാന്റെ അടുത്തേക്ക് പോവാം. ഷഹബാസ് ഖാന്റെ ഈ ജീവിതത്തിന്റെ ഒരു താളം അല്ലെങ്കിൽ സംഗീതം തന്നെയാണ് ഷഹബാസ് ഖാന്റെ സംഗീതത്തിൽ ഞങ്ങൾ എപ്പോഴും കേൾക്കാറുള്ളത്. എല്ലാ പാട്ടുകാരെയും ഞങ്ങൾ ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഷഹബാസ് ഖാനെ ഒരു പാടുമ്പോഴും അതുപോലെ തന്നെ വെറുതെ സംസാരിക്കുമ്പോൾ പോലും വല്ലാത്തൊരു ഗ്രേസ് ഫീൽ ചെയ്യാറുണ്ട്. എന്താണ് ഷഹബാസ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഈ സിംഫണി ഓഫ് ലൈഫ്? എന്താണ് പറയാ, വിജയ് സാറ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻട്രോ പറഞ്ഞു. സുരേഷ് ജി അവിടുന്ന് ആ ലാപ്പ് വേറെ ഓടി ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് വേറൊരു ശിഖരം, രഞ്ജേട്ടൻ വേറൊരു കൊമ്പുന്ന് ആ ശിഖരത്തിൽ നിന്ന് വേറൊരു പൂവ് പൊട്ടി മുളച്ച്. ഇനി എന്താണ് ഞാൻ പറയാന്ന് ഓർക്കുന്നത്? എനിക്ക് തോന്നുന്നത് വേഗം ഒരു 3.5 മിനിറ്റിനുള്ളിൽ പറയാന്നല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇതാണ് ഈ സിംഫണി എന്ന് വാക്ക് വെച്ചോണ്ട് മാത്രമാണ് പറയുന്നത്. കാരണം മ്യൂസിക്കിൽ ഒരു സിംഫണി ഉണ്ടല്ലോ. മ്യൂസിക്കൽ സിംഫണി എന്നുള്ള വേർഡ് അധികം മ്യൂസിക്കിനകത്താണ് അത് യൂസ് ചെയ്യുന്നത്, എന്തൊരു ടേം നല്ലത്. അപ്പൊ ഇന്നലെ നമ്മൾ സുഹൃത്ത് സംഭാഷണത്തിൽ പറഞ്ഞ പോലെ ഒരു സംഗതി, ഈ സിംഫണി സംഭവിക്കുന്നത് ഇന്നലെ നമ്മൾ രസമായിട്ട് സ്നേഹ സംഭാഷണത്തിനടുത്ത് പറഞ്ഞു, ഒരു 14 വിഭാഗങ്ങളിലായിട്ട് 100ഓളം പേര് വ്യത്യസ്ത കാര്യം വായിക്കണം. അതായത് അത് നിർബന്ധമായും വ്യത്യസ്ത കാര്യമായിരിക്കണം. ഇപ്പൊ ചൻ 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 ആണെന്ന് വിചാരിക്കുക. ഈ 14 വിഭാഗത്തിലുള്ള 100ഓളം പേരും ഒരുമിച്ച് ചൻ 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 എന്ന് പറഞ്ഞാൽ അതിന് വയലൻസ് എന്നാ പറയുക. അതേ സമയത്ത് ചൻ 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 നോട്ടിന്റെ കൂടെ ഈ സാധനം പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും ഡ്യൂട്ടി വ്യത്യസ്തമാണ്. ഈ 14 വിഭാഗത്തിലുള്ള 100ഓളം പേരും വ്യത്യസ്തമായി തന്നെ വായിച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. ഒരു സിംഗിൾ യൂണിറ്റ് നിങ്ങൾക്ക് വേറെ കാണാം, അത് ശ്രദ്ധിച്ചിട്ടില്ല. ആ യൂണിറ്റ് ആണ് കണ്ടക്ടർ, ആ യൂണിറ്റിലാണ് നിൽക്കുന്നത്. ഈ വ്യത്യസ്തമായ കാര്യങ്ങളെ കണ്ടക്ടർ ഒരു സ്വനാറ്റയിലേക്ക് സംലയിപ്പിച്ചുകൊണ്ടിരിക്കുക. വായിക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്വനാറ്റയായിട്ട് കേൾക്കുന്നത്? അത് ഈ സൊനാറ്റയാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട്. അതിന്റെ സിംഗിൾ എന്റിറ്റി സൊനാറ്റയാണ്. പക്ഷെ അതിലേക്ക് പോകൽ നിർബന്ധമായിട്ട് ഒന്നിച്ചല്ല, പലതായി തന്നെ പോകൽ നിർബന്ധമാണ്. എന്നാലേ ഈ സൊനാറ്റ സംഭവിക്കുള്ളൂ. ഇതാണ് മ്യൂസിക്കിലെ സിംഫണി. ഇതിനെ ജീവിതത്തിലേക്ക് പറയുമ്പോൾ ഈ 14 വിഭാഗത്തിലായിട്ടുള്ള 100ഓളം പേര് എന്നുള്ളത് 7.8 ബില്യൺ. കേൾക്കുന്നുണ്ട് ഷഹബാസ് ഖാൻ, കേൾക്കുന്നു. അപ്പൊ ഈ 100ഓളം പേര് എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് 7.8 ബില്യൺ ആളായിട്ട് മാറും. പിന്നെ ഈ സിംഗിൾ യൂണിറ്റ് കണ്ടക്ടർ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫിലോസഫിയിൽ അതിനെ പറയാനെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് വിത്തിൻ ഇറ്റ് സെൽഫ് ഈസ് ഗുരു. അതായത് ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണ് കണ്ടക്ടർ. അതേസമയത്ത് രാഷ്ട്രസങ്കല്പത്തിലോ വേറെ റെജിമെന്റ് കോൺസെപ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കണ്ടക്ടർ എന്നുള്ളതിന്
ഹൈറാർക്കിക്കലായിട്ട് അത് മാറും. ഒരു രാഷ്ട്രം വരുമ്പോഴത്തേക്കിന് രാഷ്ട്രത്തിന്റെ പിതാവ് ഉണ്ടാവും. ഇന്ത്യൻ ജനാധിപത്യാവസ്ഥയിൽ അതിന് പ്രൈം മിനിസ്റ്റർ എന്നുള്ള പദവി വരും. ജീവിതത്തിന്റെ വ്യത്യസ്ത തലത്തിലേക്ക് പോകുമ്പോൾ മാറും. ഫിലോസഫിയിൽ ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് അവനവന്റെ തന്നെ മനസ്സാക്ഷ്യം. എന്നിട്ട് ഈ വ്യത്യസ്ത ആളായിട്ടിരുന്നിട്ട് പല വിശ്വാസികളും വിശ്വാസമില്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ ആയിട്ട് ഇരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഈ സൊനാറ്റ സംഭവിക്കുള്ളൂ. അപ്പോ ജീവിതത്തിലെ ഈ സൊനാറ്റ, ഈ സിംഗിൾ എൻറ്റിറ്റി എന്ന് പറയുന്ന സൊനാറ്റ ജീവിതത്തിൽ വരുമ്പോഴത്തേക്കിന് എനിക്ക് വ്യക്തിപരമായിട്ട് അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് സ്നേഹം ആണ് സിംഗിൾ എൻറ്റിറ്റി എന്നാണ്. സ്നേഹത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നത് സ്നേഹം കറണ്ടാണ്. സ്നേഹം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ് കറണ്ട്. ബൾബായിട്ട് അത് പ്രകാശിച്ചെങ്കിലേ അത് ബോധ്യപ്പെടുന്നു. അപ്പൊ സ്നേഹത്തിന്റെ പ്രകാശിക്കലാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഒരു വയലൻസ് ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യരോട് സഹജമായി പരസ്പരം കാണിക്കുന്ന കരുണയാണ് ഈ സൊനാറ്റിന്റെ പ്രകാശം എന്ന് പറയുന്നത്. ഈ മെലഡിന്റെ ഫൈനൽ പ്രകാശം എന്ന് പറയുന്നത് ഈ കരുണ കാണിക്കലാണ് പരസ്പരം. അപ്പൊ നമ്മൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ കരുണക്ക് എന്തെങ്കിലും കുറവ് സൊസൈറ്റിയിൽ കാണുകയും വയലൻസ് കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ മതി. കണ്ടക്ടറടുത്തേക്ക്, തൊട്ടിപ്പുറത്തുള്ള യൂണിറ്റിലേക്ക് നോക്കുക. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ടക്ടർക്ക് കോമ്പോസിഷൻ മനസ്സിലായിട്ടില്ല. ഒരു കണ്ടക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യക്ക് സുബിൻ മേത്ത എന്ന് പറഞ്ഞ മഹാനായ കണ്ടക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ നമുക്ക് ലഭ്യമാണ്. ഒരു കണ്ടക്ടർ ബ്രാസിനെ വേറെ മനസ്സിലാക്കുന്നു, സാക്സിനെ വേറെ മനസ്സിലാക്കുന്നു, വയോളയെ വേറെ മനസ്സിലാക്കുന്നു. ഓരോന്നിന്റെയും അടിത്തട്ടിന് അദ്ദേഹത്തിന് അറിയാം, വേറെ വേറെ. അപ്പോ ഈ വേറെ വേറെ മനസ്സിലാക്കൽ, അതായത് നമ്മുടെ മനസ്സാക്ഷി ഓരോരുത്തരെയും അതായിട്ട് മനസ്സിലാക്കുന്നിടത്ത് പാടിച്ചു വന്നോ നോക്കണം. കരുണ കുറഞ്ഞാൽ, അവിടെ കുറഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മറ്റേ യൂണിറ്റിൽ പോകണം. ആ യൂണിറ്റിൽ വ്യത്യസ്തമായി വായിക്കേണ്ട എല്ലാവരും ഒരേ നോട്ട് അറിയാതെ മോണോ ആയിട്ട് വായിച്ചു പോയോ നോക്കണം. അങ്ങനെ വായിച്ചെങ്കിൽ അവിടെ സിംഫണി സംഭവിച്ചിട്ടില്ല, തെറ്റിപ്പോയി. അപ്പൊ കരുണയുടെ പ്രകാശം വന്നില്ലെങ്കിൽ സ്നേഹം ഉണ്ടായില്ല. സ്നേഹം ഉണ്ടാവാതിരുന്ന എന്തുകൊണ്ടാന്ന് നോക്കിയപ്പോൾ വ്യത്യസ്തരായിരിക്കേണ്ടവർ ഒന്നാവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സിംഫണി ഇല്ലാതായെന്ന് അർത്ഥം. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഏകവാദം, അതായത് രഞ്ജേട്ടനെ പോലെ തന്നെ എന്നെ പോലെ തന്നെ ആയിരിക്കും മറ്റേ ആളെ പോലെ തന്നെ ആയിരിക്കണം മറ്റേ ആൾ, നമ്മളെല്ലാവരും ഒന്നാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിംഫണി സംഭവിക്കുകയില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, ജീവിതത്തിന്റെ സിംഫണി എന്ന് പറയുന്നതിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓരോരുത്തരും അവരവരായിട്ട് ഇരിക്കുക, ലെറ്റ് ഇറ്റ് ബി. അതിന് അനുവദിക്കുന്ന ആ കരുണേന്റെ സ്ഥലം ഉണ്ടല്ലോ, വയലൻസ് ഇല്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, അപ്പോഴാണ് ആ സിംഫണി സംഭവിക്കുന്നത്. അപ്പൊ സിംഫണി ഓഫ് ലൈഫ് എന്നല്ല ആക്ച്വലി പറയുന്നത്, ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് സിംഫണി എന്നാണ്. ലൈഫ് ഈസ് സിംഫണി എന്നാണ് എന്റെ തോന്നൽ പങ്കുവെച്ചാണ് എനിക്കത്. സിംഫണി ഓഫ് ലൈഫ് അല്ല, ലൈഫ് ഈസ് സിംഫണി എന്നാണ്. വളരെ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്തത് ഈ സ്നേഹത്തിന്റെ പ്രകാശമാണ് കാരുണ്യം എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് എനിക്കൊന്ന് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ ഈ നമ്മുടെ സ്പീക്കേഴ്സിനോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങള് പോസ്റ്റ്പോസിന്റെ 10ാമത്തെ എപ്പിസോഡാണത്. അപ്പൊ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ സ്പീക്കേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത, ഈ 3 സ്പീക്കേഴ്സും തമ്മിൽ അറിയുന്നവരാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു ആത്മബന്ധം ഈ 3 പേർക്കും ഇടയിലുണ്ട്. അപ്പൊ ഒരു സ്പീക്കർ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തെങ്കിലും ചേർത്ത് പറയാനോ പ്രതികരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ അത് ചെയ്യണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് രഞ്ജേട്ടന്റെ അടുത്തേക്ക് പോവാം. രഞ്ജേട്ട, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലക്ക് ചുറ്റുമുള്ള ജീവിതത്തെ വളരെ അല്ലെങ്കിൽ ജീവിതങ്ങളെ വളരെ ജിജ്ഞാസയോടെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് വീക്ഷിക്കുന്ന ഒരാളായിരിക്കും രഞ്ജേട്ടൻ എന്ന് വിചാരിക്കുന്നു. കാരണം രഞ്ജേട്ടന്റെ ഒരു സിനിമയിലും രഞ്ജേട്ടൻ അത് പറയുന്നുണ്ട്. ഒരു സിനിമയിൽ ഒരു സിനിമാക്കാരനാവുമ്പോൾ എങ്ങനെ ചുറ്റുമുള്ള ജീവിതത്തെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് രഞ്ജേട്ടൻ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ വീക്ഷിക്കുമ്പോൾ രഞ്ജേട്ടന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ സിംഫണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആനന്ദം, രഞ്ജേട്ടൻ താളം എന്നുള്ളതിനേക്കാൾ ആനന്ദം എന്നാണ് അതിനെ സൂചിപ്പിച്ചത്. ഈ ഒരു ആനന്ദം അത് നമുക്ക് ബോധപൂർവം സൃഷ്ടിക്കാൻ പറ്റുന്നതാണോ, അത് സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചു പോകുന്നതാണോ? രഞ്ജേട്ട കേൾക്കാമെങ്കിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു രഞ്ജേട്ടന്റെ നെറ്റ്വർക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സുരേഷിന്റെ അടുത്തേക്ക് ഒന്നുകൂടി തിരിച്ചു പോവാം. ഈ സുരേഷിയുടെ മുഖത്ത്, ഞാൻ സുരേഷിനെ കാണുമ്പോൾ മുതൽ സുരേഷിന്റെ മുഖത്ത് സ്ഥിരമായിട്ടുണ്ടാകുന്നത് ഈ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ചിരിയാണ്. സുരേഷിനെ വൈകുന്നേരം നമ്മൾ പലപ്പോഴും കാണാറുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള അഷ്റഫ് ഖാന്റെ ചെറിയ കടയിൽ നിന്ന് നല്ല പൊറോട്ടയും ബീഫും ആസ്വദിച്ച് കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സുരേഷ് ചേട്ടന്റെ കടയിൽ നല്ല സ്ട്രോബെറി ജ്യൂസ് ആസ്വദിച്ച് കുടിക്കുന്നതൊക്കെ നമ്മൾ കാണാറുള്ളത്. പക്ഷെ സുരേഷ്
പരിചരിക്കുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ മാത്രം അവശേഷിക്കുന്ന രോഗികളാണ്, അല്ലെങ്കിൽ അസുഖം മാറാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ്. അപ്പൊ സുരേഷ് ജി സ്വന്തം ജീവിതത്തിൽ നിലനിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള താളം ഈ ശേഷിക്കുന്ന നാളുകളിൽ ഈ രോഗികൾ കൂടി അല്ലെങ്കിൽ ഇവർ കൂടി പകർന്നു കൊടുക്കാൻ സുരേഷ് ജി ഉപയോഗിക്കുന്ന സൂത്രങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതെ, ആ ചോദ്യം എനിക്ക് തോന്നുന്നത് അതിന് തിരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള താളം, ഞാൻ ഈ രോഗികളായിട്ടുള്ള ഞാൻ ഈ നിങ്ങളിപ്പോ കാണുന്ന സുരേഷ് ആയിരുന്നില്ല ഒരു 10 കൊല്ലോ 15 കൊല്ലോ അല്ലെങ്കിൽ 20 കൊല്ലോ. നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം ആൾക്കാരുമായിട്ട് ഇടപെടുകയും അവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും ജീവിതത്തിന്റെ അവസാന കാലത്തും, കാരണം ഈ മരിക്കാൻ പോകുന്ന ആൾക്കാരുടെ ആയിട്ട് ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്യും. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയണം. അതായത് അങ്ങോട്ട് പോകുന്നത് നല്ലത് അത്. പക്ഷെ പിന്നെ വേറെ ഇത് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ടുണ്ട്. അതായത് നമ്മള് ഇപ്പോ മരിക്കാൻ പോവുകയാണ്, നമുക്ക് അല്ലെങ്കിൽ ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്ന് അറിയുന്ന ഒരാളായാലും, അല്ല അതൊന്നും എപ്പോഴാണ് മരിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരായാലും, നമുക്ക് നമ്മള് എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ജീവിതം വളരെ ഈ പറഞ്ഞ പോലെ വർണ്ണരഹിതവും ഒക്കെ വളരെ താളഭംഗമൊക്കെ ആയിട്ട് അപ്പോ. അപ്പൊ ഇതില് ഈ ചോദ്യം വളരെ പ്രധാനമാണ്. ഈ ചോദ്യം നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴും ആൾക്കാർ തിരിച്ചറിയാത്തൊരു സ്ഥാനത്താണ്. അതായത് ഇപ്പൊ ഈ ജീവിക്കാൻ ഇനി ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ക്യാൻസർ വന്നു, വളരെ അവസാന കാലത്താണ് രോഗി തിരിച്ചറിയുന്നു, 3 മാസമേ ഉള്ളൂ. ഞാൻ അയാളോട് പോയി പറയുന്നു, ഞാൻ തരുന്ന മരുന്നൊക്കെ കഴിച്ചാൽ കൃത്യമായ സമയത്ത് കഴിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനയും ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് 3 മാസം ഇതുപോലെ, അയാൾ ചലന ശക്തിയൊക്കെ കുറവാണ്, ഇതുപോലെ കഴിഞ്ഞുകൂടാ. അപ്പൊ അയാൾ തിരിച്ച് പലപ്പോഴും നമ്മൾ വളരെ അടുപ്പമുള്ള രോഗികളാകുമ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു 3 മാസം കൂടി ജീവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് നമ്മൾ വൈഡറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇനി ജീവിതത്തിൽ ഇപ്പൊ ഒരു 50 കൊല്ലം ബാക്കിയുള്ള ഒരാള്, അല്ലെങ്കിൽ ജീവിതത്തിൽ 60 കൊല്ലം ബാക്കിയുള്ള, അല്ലെങ്കിൽ 10 കൊല്ലം ബാക്കിയുള്ള ഒരാള്, ഞാൻ പറയുന്നത് ഇതേ ചോദ്യം ഉണ്ട് അവിടെ. ഇയാള് ഞാനിപ്പോ എനിക്ക് ഇനി ഒരു 50 കൊല്ലം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ 20 കൊല്ലം ബാക്കിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്തിനാണ് ഈ ഒരു 50 കൊല്ലം ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇതേ ചോദ്യമാണ് നമ്മൾ ഒരാഴ്ച ബാക്കിയുണ്ട് എന്നുള്ള ഒരാളും, അല്ലെങ്കിൽ ഒരു ദിവസം ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഞാൻ ശ്രമിക്കുന്നത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും നമ്മളതിൽ വിജയിക്കും, ചിലപ്പോൾ നമ്മളതിൽ പരാജയപ്പെടും. പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചോദ്യം റേസ് ചെയ്യാനാണ്. അതായത് റീസൺ ടു ലിവ്, ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ഇപ്പൊ ഒരു നാളെ വരെ ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഇത്തരം രോഗികളൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദീർഘകാല പ്ലാനുകളൊന്നും നടക്കില്ല. അപ്പൊ നാളെ വരെ നിങ്ങൾ എന്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് അയാൾക്ക് ഒരു റീസൺ ഉണ്ടാക്കാനാണ് ഞാനും അയാളും കൂടി ഇരുന്ന് ശ്രമിക്കുക. നാളെ ഇന്ന് സാധനം നടക്കാനുണ്ട്. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതേ ചോദ്യമാണ്. ഈ ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എടുക്കുന്നു. ഇപ്പൊ നാളെ ഉച്ചയ്ക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ട്, ബിരിയാണി കഴിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് നാളെ വരെ ജീവിക്കണം എന്നുള്ള മറ്റുള്ള ഒരു വളരെ അല്ലെങ്കിൽ പഠിച്ച് 1ാം റാങ്ക് വാങ്ങണം, അപ്പൊ അതുവരെ ജീവിക്കണം, അങ്ങനെ ആവുന്നു. പക്ഷെ ഈ ഒരു ചോദ്യം നമ്മൾ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ചോദ്യമാണ് നമ്മുടെ രോഗികളിൽ, ഇപ്പൊ മരിക്കാറായ രോഗികളിൽ അവരുടെ ഒരു ജീവിതത്തിലൊരു പേർപ്പസ്, ഉദ്ദേശം ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് ഈ പേർപ്പസ് ഇൻ ലൈഫ്, ജീവിതത്തിനൊരു ഉദ്ദേശം ഉണ്ടാവുക, ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത്, ലക്ഷ്യത്തിലേക്ക് പിന്നെ തിരിച്ചു വരാം. പക്ഷെ ഈ ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും പ്രധാനമാണ്. അതാണ് ജീവിതത്തിന് അർത്ഥം തരുന്നത്. അതില്ലെങ്കിൽ ഈ ജീവിതം വെറുതെ ഇങ്ങനെ ആടി ഒലഞ്ഞ് നമ്മളിങ്ങനെ ജനിച്ചു, അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം മരിച്ചു പോകുന്നു. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ നിന്നും ക്വാളിറ്റേറ്റീവായിട്ട്, ഗുണപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തേണ്ട ചോദ്യമാണിത്. ഈ ചോദ്യം തന്നെയാണ് ഞാൻ ഈ മരിക്കാറായ ആൾക്കാരോട് ചോദിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, മരിക്കാറായ ആൾക്കാരോട് ചോദിച്ചു തുടങ്ങിയിട്ടാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങിയത്. നിങ്ങൾ ഇപ്പൊ അയാൾ എന്നോട് ചോദിക്കുന്നു ഞാൻ എന്തിന് 3 മാസം ജീവിക്കണം, അപ്പൊ ഞാനും അയാളും കൂടി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുമ്പോഴാണ് എനിക്ക് ഇതേ ചോദ്യം തോന്നുന്നത്. എനിക്ക് ചിലപ്പോൾ 3 മാസം ആയിരിക്കില്ല, ഒരു 5 കൊല്ലം ഉണ്ടാവും, 10 കൊല്ലം ഉണ്ടാവും. ഞാൻ എന്തിന് 10 കൊല്ലം ജീവിക്കണം എന്നുള്ളതിന് ഞാനൊരു കാരണം കണ്ടുപിടിക്കണം, തിരിച്ചറിയണം, ഞാനത് കാരണം ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത്തരം ഒരു ആലോചന നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മുടെ ലോകത്തെ കാണുന്ന രീതിയിൽ വ്യത്യാസം വരും എന്നാണ് അതെന്റെ ഒരു പേഴ്സണൽ ആയിട്ട് തന്നെയുള്ള ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്ന സാധനം.
എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സൂമിൽ ഇപ്പൊ ഏകദേശം 500 പേര് ഓൾറെഡി സൂമിലുണ്ട്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് ലെസൺ ആണ് സുരേഷ് ഷെയർ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതായത് എന്തിനു ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം, അത് എത്ര ദിവസത്തേക്കാണെങ്കിലും മാസത്തേക്കാണെങ്കിലും വർഷങ്ങളിലേക്കാണെങ്കിലും എന്തിനു ജീവിക്കണം എന്നുള്ളൊരു ചോദ്യം നിരന്തരം ചോദിക്കുന്നത് ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാക്കാൻ എത്രത്തോളം സഹായകരമാണെന്നുള്ളതാണ് സുരേഷ് സൂചിപ്പിച്ചത്. രഞ്ജിയേട്ടാ കേൾക്കുന്നുണ്ടോ? രഞ്ജിയേട്ടനോട് നേരത്തെ സംസാരിക്കാൻ ശ്രമിച്ചപ്പോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രഞ്ജിയേട്ടാ എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? രഞ്ജിയേട്ടന്റെ മൈക്ക് മ്യൂട്ടാണ്. രഞ്ജിയേട്ട കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സൗണ്ട് കുറച്ചൊരു ഡിസ്റ്റോർട്ട്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ? കേൾക്കാലോ അല്ലേ എന്നെ? രഞ്ജിയേട്ടന്റെ ഇന്റർനെറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു പറയുന്നത് അത്ര അങ്ങ് ക്ലിയർ ആവുന്നില്ല. അതൊന്ന് നോക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഷഹബാസ് ഖാന്റെ അടുത്ത് പോയിട്ട് അപ്പോഴത്തേക്കൊന്ന് തിരിച്ചു വരാം. ഷഹബാസ് ഖാ കേൾക്കാലോ അല്ലെ? ഷഹബാസ് ഖാ, ഈ പിന്നെ ജീവിതം ഒരു സംഗീതം പോലെയാണെന്നൊക്കെ ഇങ്ങനെ നമ്മളൊരു എന്താ പറയാ വളരെ പോയറ്റിക് ഒക്കെ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത് സന്തോഷമുള്ള സമയത്ത് മാത്രമാണോ, അല്ലാത്ത സമയത്തും ഒരു സംഗീതം അതിലുണ്ടോ? ഈ ജീവിതത്തെ ഇല്ല ഈ സംഗീതം സന്തോഷമുള്ള സമയത്തും സങ്കടമുള്ള സമയത്തും ഒരുപോലെ ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന് ഷഹബാസ് ഖാ എന്ത് സൂത്രമാണ് പ്രയോഗിക്കാറുള്ളതെന്ന് പറയാമോ? ഒരു സൂത്രമില്ല. അതായത് എന്താ പറയാ, ഇപ്പൊ ഇതിന് ഞാൻ പറയാതിരിക്കാം എനിക്ക് തോന്നുന്നത്. ഇത് വേറെ ആരെങ്കിലും കേൾക്കാം. ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ഒന്ന് മിണ്ടി, തൊട്ട് മുമ്പ് കേൾക്കണം. ഷഹബാസ് ഖാ എന്താ പറഞ്ഞ? തൊട്ട് മുമ്പ് അതല്ല, ഞാനിപ്പോ ഒരു 3-3.5 മിനിറ്റ് മിണ്ടി. എനിക്കിനി ആരെങ്കിലും ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അല്ല, പക്ഷെ നമ്മള് ഷഹബാസ് ഖാനോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാതെ ഷഹബാസ് ഖാന്റെ കാര്യങ്ങളുടെ ഉള്ളിലൊക്കെ പുറത്തെടുക്കാൻ നമ്മൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ രഞ്ജിയേട്ടൻ കേൾക്കുന്നുണ്ടോ എന്നെ? നിങ്ങളെ ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. സോറി രഞ്ജിയേട്ടാ, ഞാൻ ആ നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചത് ഈ പിന്നെ രഞ്ജിയേട്ടൻ ഈ ചുറ്റുമുള്ള ജീവിതങ്ങൾ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി വീക്ഷിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വീക്ഷിക്കുമ്പോ ഈ ജീവിതത്തിന്റെ ഒരു അങ്ങനെ അല്ലെങ്കിൽ അതും ഒന്ന് രഞ്ജിയേട്ടൻ പറയണം, എങ്ങനെയാണ് അത് എന്നുള്ളത്. മാത്രം ഈ അതിന്റെ ഒരു ചോദ്യത്തിലേക്ക് വരാനുള്ളത് ഇതായിരുന്നു. അതായത് ഈ നമ്മുടെ ഈ ആനന്ദം അല്ലെങ്കിൽ സിംഫണി എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണോ എന്നുള്ളൊരു കാര്യമായിരുന്നു രഞ്ജിയേട്ടന്റെ അടുത്ത് അറിയേണ്ടിയിരുന്നത്. വെള്ളം കേൾക്കുന്നുണ്ടോ? വീണ്ടും ഞങ്ങക്ക് തിരിച്ചൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, രഞ്ജിയേട്ടൻ തിരിച്ചു വരുന്നവരെ ഒന്ന് ഈ സൂമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോ നമുക്ക് ഇനി ഒരു 7:45 ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ കുറെ ആളുകൾ അവരുടെ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ചോദ്യങ്ങൾ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഈ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഈ നമ്മുടെ പാനലിസ്റ്റുകളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടാം. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കത് എടുക്കാം. ആനന്ദ്, നമുക്ക് നമ്മുടെ വന്ന ചോദ്യങ്ങളിലേക്കൊന്ന് കടന്നാലോ? ആനന്ദ്, ഹലോ. നമുക്ക് നമ്മുടെ ഈ ചോദ്യങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടന്നാലോ? 7:45 ആയല്ലോ നമുക്ക്. രഞ്ജിയേട്ടന്റെ കണക്ഷൻ ശരിയായിട്ടുണ്ടോ? എനിക്കൊന്ന് ശരിയായി വരുന്ന സമയത്ത് നമുക്ക് ആ ചോദ്യം എടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ചർച്ച ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് ഇന്ന് നമ്മുടെ ഒരു ഫുൾ ഫ്ലോയിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. സൂമിലും നേരത്തെ നമ്മൾ സബ്ജക്ട് അനൗൺസ് ചെയ്ത സമയത്തും ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ചോദ്യം എനിക്ക് തോന്നുന്നു
ശ്രീകല കൊല്ലം SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ്. ശ്രീകല കൊല്ലം. ശ്രീകല ഉണ്ടോ ഓൺലൈൻ? ശ്രീകല ശ്രീകലയുടെ ചോദ്യം ഇതായിരുന്നു. ശ്രീകല ചോദിച്ചിരിക്കുന്ന ഡോക്ടർ സുരേഷിനോടാണ്. അതായത് നമ്മളെ ഇപ്പം ചികിത്സയ്ക്കും അപ്പുറത്തുള്ള പേഷ്യൻസുമായിട്ടാണ് ഡോക്ടർ നിരന്തരം ഇടപെടുന്നത്. അപ്പൊ ഇത് നൽകുന്ന ഒരു സ്ട്രെസ് ഡോക്ടർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ശ്രീകല ചോദിച്ചിരുന്നത്. അതെ ശരിയാണ്. അതില് അതിനൊരു ഉത്തരം പറയണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ മട്ടിൽ കാണുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഡോക്ടർ ട്രെയിനിങ്ങിന്റെ സമയത്തോ ഒക്കെ ആയാലും നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ കാണുന്നതും ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഈ രോഗത്തെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ രോഗവുമായിട്ടൊരു യുദ്ധം നടത്തി അതില് രോഗം വിജയിക്കുകയാണെങ്കിൽ മരണം എന്നൊക്കെ വരുന്നത് ഒരു പരാജയമാണ്, മെഡിക്കൽ സയൻസിന്റെ പരാജയമാണ്, അല്ലെങ്കിൽ ഡോക്ടറുടെ പരാജയമാണ് എന്നൊക്കെയുള്ള ആ ഒരു മട്ടിലാണ് ഞങ്ങളൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ. അപ്പൊ അത് ഈ ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ, ഞാൻ 10-26 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ പാലിയേറ്റീവ് കെയറിലാണ് വന്നു കഴിയുമ്പോൾ ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതായത് നമ്മൾ ഓരോ രോഗി മരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിപ്പിച്ച് വന്നിട്ടുള്ള പഠിച്ചു പോയിട്ടുള്ള സാധനങ്ങൾ അത് തിരിച്ചു വരും. അപ്പൊ അതിങ്ങനെ ഈ സ്ട്രെസ്ഫുൾ ആവുന്നത്. പിന്നെ പക്ഷെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴാണ് നമ്മൾ കുറെ കൂടി നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്നത്, നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നത് നമ്മൾ വേറെ റോളാണ് എടുക്കുന്നത്. അതായത് ഈ രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സർവീസ് അതൊരു രോഗലക്ഷണത്തിന്റെ ശമനാവാം, ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാവാം. ഇത് വേറെ ആരും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇത് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മൾ ജീവിക്കുന്നോ മരിക്കുന്നോ എന്നുള്ളതിന്റെ അത്ര തന്നെ പ്രധാനമാണ് നമ്മൾ ജീവിക്കുന്നതിന്റെ ഒരു ക്വാളിറ്റി, മരിക്കുന്നതിന്റെ ഒരു ക്വാളിറ്റി എന്നുള്ള ഒരു സാധനം. അപ്പൊ നമ്മൾ ഈ ക്വാണ്ടിറ്റി എന്നുള്ളതിന്റെ മാറിയിട്ട് നമ്മൾ ക്വാളിറ്റിയിലേക്ക് ശ്രദ്ധ വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, എന്താണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. കാരണം അനന്തമായിട്ടുള്ള ജീവിതവും അല്ലെങ്കിൽ മരണം എപ്പോഴും ഒഴിവാക്കുന്ന ഒരു കാര്യം ആരുടെ കയ്യിലും ഇല്ലാത്ത സാധനമാണ്. നമ്മൾ ആ ഒരു ജനറലി ഫിലോസഫിക്കൽ ആയിട്ട് പറയുന്ന ഒരു സാധനം കുറെ കൂടി നമ്മൾ പ്രാക്ടിക്കലായിട്ട് തിരിച്ചറിഞ്ഞ് വരുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോൾ ചില കുട്ടികളുടെ മരണങ്ങൾ അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇപ്പോഴും സ്ട്രെസ്ഫുൾ തന്നെയാണ്. പൊതുവെ മരണം നമ്മളിങ്ങനെയൊക്കെ ഫിലോസഫിക്കലിയൊക്കെ ആലോചിച്ച് പോവുകയാണെങ്കിൽ പോലും മരണത്തിന്റെ ഒരു വേർപാടിന്റെ അംശമുണ്ട്. അത് നമ്മളുമായിട്ട് ദീർഘകാലം പരിചയമുള്ള ഒരു രോഗി, പക്ഷെ അതിൽ നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഓക്കെ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇയാളുടെ ജീവിതത്തിന്റെയോ മരണത്തിന്റെയോ ക്വാളിറ്റിയിൽ ഇന്ന വ്യത്യാസങ്ങൾ വന്നു, നമ്മൾ ഇല്ലാതിരുന്നെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല. ആ ഒരു രീതിയിലുള്ള ഒരു തിരിച്ചറിവാണ് അതിൽ. അത് തീർച്ചയായിട്ടും ഒരു രണ്ട് ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും ട്രെയിൻ ചെയ്യപ്പെടുന്നത് മറ്റൊരു ആറ്റിറ്റ്യൂഡിലായതുകൊണ്ട് ഈ ഒരു പ്രശ്നമുണ്ട്. ശരിയാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. വളരെ ഫിലോസഫിക്കൽ ആയിട്ടൊരു മറുപടി ആയിരുന്നു. ഇങ്ങനെ അടുത്ത ചോദ്യം ഗോകുൽ കൃഷ്ണ, നമ്മുടെ SPCയുടെ അലുമിനൈ പാസ് ഔട്ട് ആയ ബാച്ചിലെ ഗോകുൽ കൃഷ്ണ, പത്തനംതിട്ടയിൽ നിന്ന്. ഗോകുലുണ്ടോ ഓൺലൈനില്? ഗോകുലിനെ കാണുന്നില്ല. ഗോകുലിന്റെ ചോദ്യം ഷഹബാസിക്കയുടെ ആണ്. നമ്മുടെ ഷഹബാസിയുടെ ഒരു ഇന്റർവ്യൂല് ഇക്ക പറയുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാല് ഒരു ഗായകൻ എന്നതിനപ്പുറം മലബാറിന്റെ കാമുകൻ എന്നറിയപ്പെടണം എന്നാണ് ഇക്കയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രണയവും ഇതിൽ അങ്ങയുടെ ഷഹബാസിക്കയുടെ സംഗീതത്തിൽ എങ്ങനെയാണ് വരുന്നത്? എനിക്കാണ് ഷഹബാസിക്കയുടെ ഒരു പാട്ട് പാടി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പാട്ട് പാടിത്തരേ? എനിക്കതിന് ഉത്തരം പറയുന്നതിനേക്കാൾ നല്ല പാടായിട്ടായിരിക്കും. അല്ലേ, പ്രണയം ഇല്ലാതെ ഒന്നും നടക്കും. റൂമിന്റെ ഒരു വാക്കുണ്ട്, ഈ കണ്ട മഴ മുഴുവൻ കടലിൽ പതിച്ചെന്നിരിക്കാം. മഴ ആയിരക്കണക്കിന് തുള്ളികൾ, കോടിക്കണക്കിന് തുള്ളികൾ കടലിൽ വീഴുന്നുണ്ട് മഴയാണ്. പക്ഷെ പ്രണയമില്ലെങ്കിൽ അതിൽ ഒരു തുള്ളി പോലും മുത്തായി മാറുകയില്ല. അപ്പൊ അതുപോലെ ഒരു പാട്ടൊക്കെ വെറുതെ പാടാം, പക്ഷെ അതൊരു മുത്തുപോലത്തെ പാട്ടാണെങ്കിൽ പ്രണയമാണ്. ഒരു ലഞ്ചൊക്കെ വെറുതെ കഴിക്കാം, ഒരു മുത്തുപോലത്തെ ലഞ്ചൊക്കെ ആണെങ്കിൽ പ്രണയപൂർവ്വം കഴിക്കണം എന്നതുപോലെ
ഏതാണ് പാട്ട്? പാടിത്തരരുത് ഇത്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ തിരികളുണ്ടാത്മാവിൽ. തിരികളുണ്ടാത്മാവിൽ. താങ്ക് യു. നമ്മുടെ സുരേഷ് ജിയുടെ സംസാരത്തിൽ നിന്ന് വളരെ ഹെവിയായ ഒരു ഫിലോസഫിക്കൽ ആയിട്ടൊരു ഇതിൽ നിന്ന് സംഗീതത്തിന്റെ തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. രഞ്ജിയേട്ടാ, നെറ്റ് ശരിയായിട്ടുണ്ടോ? രഞ്ജിയേട്ടന്റെ നെറ്റ് ശരിയായിട്ടുണ്ടോ? ഇങ്ങനെ അടുത്ത ചോദ്യം രഞ്ജിയേട്ടനുള്ളതായിരുന്നു. രഞ്ജിയേട്ടന്റെ നെറ്റ് ഇപ്പോഴും പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. രഞ്ജിയേട്ടൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. രഞ്ജിയേട്ടൻ ഉണ്ടോ? കേൾക്കാവോ രഞ്ജിയേട്ടാ? എനിക്ക് നിങ്ങളെ കേൾക്കാം. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. എങ്കിൽ ചോദിക്കും. രഞ്ജിയേട്ടനോട് ചോദ്യം. അങ്കിത SPC കേഡറ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ്, തിരുവനന്തപുരത്ത് നിന്ന്. അങ്കിത ഓൺലൈൻ ഉണ്ടോ? അങ്കിത കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കാം. അങ്കിതയുടെ ചോദ്യം വന്നിരുന്നത് രഞ്ജിയേട്ടന്റെ സിനിമകളിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മനുഷ്യ മനസ്സിന്റെ അവസ്ഥകളും ജീവിതത്തോട് നിരന്തരം പോരാടുന്ന കഥാപാത്രങ്ങളുമാണ്. അപ്പൊ ഇതിൽ നിന്ന് രഞ്ജിയേട്ടൻ കൊടുക്കുന്ന ജീവിത പാഠം എന്താണെന്നാണ് അങ്കിതയുടെ ചോദ്യം വന്നത്. തിരുവനന്തപുരത്തെ SPC കേഡറ്റാണ് അങ്കിത. ആ കുട്ടി അവനെ ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ചേട്ടാ, പറഞ്ഞോളൂ. അല്ല, അവരങ്ങനെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല, സാധ്യതയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ സിനിമകൾ അങ്ങനെ ജീവിത പാഠങ്ങളൊന്നും അല്ല. പഠിക്കുന്ന ഒരു കുട്ടി പാഠം, പഠിക്കൽ എന്നൊക്കെ പറയുന്ന വാക്കുകളെ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളായിരിക്കുമല്ലോ. അല്ലേ? അതെ. ജീവിത പാഠങ്ങൾ എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് ആ വാക്കുകൾക്കൊക്കെ. അതൊന്നുമല്ല സിനിമ. മനുഷ്യ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, ശ്രമം വിജയിക്കുമ്പോൾ പ്രേക്ഷകന് അത് തിരിച്ചറിയാൻ കഴിയുന്നു. ആ ശ്രമം വിജയിച്ചില്ലെങ്കിൽ പ്രേക്ഷകന് അന്യമാവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ അവിടെ ജീവിത പാഠം എന്നുള്ള വാക്കിനെയൊക്കെ മാറ്റി നിർത്താം. ജീവിത പാഠങ്ങളൊക്കെ വലിയ എന്താ പറയാ, ഗുരുസ്ഥാനീയരായ ആളുകൾ സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെക്കേണ്ട വാക്കാണ്. ഇപ്പം അങ്കിത ആണ് ചോദിച്ചതെങ്കിൽ അങ്കിതയോട് എനിക്ക് ചോദിക്കാനുള്ള, എന്റെ സിനിമകൾ കാണുമ്പോൾ എവിടെയെങ്കിലും അങ്കിതയുടെ ജീവിത പരിസരവുമായി അല്ലെ അങ്കിതയുടെ അറിവും വായനയുമായൊക്കെ ചേർത്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ അത് അതിനോട് തൊടുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട് എങ്കിൽ അത്ര മാത്രമാണ് ഒരു പ്രേക്ഷക അല്ലെങ്കിൽ പ്രേക്ഷകനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ഫിലിം മേക്കർ ശ്രമിക്കുന്നത്. പിന്നെ ഇത് ഫിക്ഷനാണ്. അതിന് ആ അർത്ഥത്തിലൊക്കെ കാണാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള കുട്ടികളാണ് നമ്മുടെ
പുതിയ തലമുറയിലെ ഇളയ തലമുറയിലെ എല്ലാ കുട്ടികളും. ഞാൻ പറഞ്ഞത് അംഗീതയിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രഞ്ജിയേട്ടാ, താങ്ക് യു. അംഗീത റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം അടുത്തത് എനിക്ക് ഷഹബാസിക്ക് തന്നെ പറയുകയാണെങ്കിൽ, ഷഹബാസിക്ക് ഓൺലൈൻ ഉണ്ടോ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു പോയാലോ. നമ്മുടെ വിഷയം സിംഫണി ഓഫ് ലൈഫ് ആണ്, ജീവിതത്തിന്റെ സംഗീതമാണ്. അത് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ സംഗീതം എന്ന് പറയുമ്പോൾ ഷഹബാസിക്ക് ഇപ്പൊ പാടിയ പാട്ട് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്നത് അല്ലാണ്ട് വേറൊരു പാട്ട് പെട്ടെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ട് ഏതായിരിക്കും ഷഹബാസിയുടെ മനസ്സിൽ വരുന്നത്? പറഞ്ഞോളി, പാടിക്കോളൂ. ഷഹബാസിക്കായിട്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഒരു സംഗീതം എന്തായിരിക്കും? ഇങ്ങനെ പെട്ടെന്ന് പാടിത്തരൂ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സംഗീതം എന്ന് പറഞ്ഞ ചോദ്യം തന്നെ വളരെയധികം ബാലിശമാണ് സുഹൃത്തെ. അതൊന്നും അല്ല അതിന്റെ ഒരു രീതി. പെട്ടെന്നൊരു ജീവിതഗന്ധിയായ പാട്ട് പാടിത്തരും എന്ന് പറഞ്ഞാൽ ഷഹബാസിന്റെ സൗമനസ്യതയെ നിങ്ങൾ ക്യാഷ് ചെയ്യരുത്. അങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും, അതല്ല അതിന്റെ ഒരു രീതി. അങ്ങനെയല്ല രഞ്ജിത്തേട്ടാ, ഞാൻ ചോദിച്ചതല്ല. ജീവിതത്തിന്റെ സംഗീതം സിംഫണി എന്താണ് ചോദിച്ചത്? സിംഫണി ഓഫ് മ്യൂസിക് എന്ന അല്ല, അത് നിങ്ങൾ പറയാൻ കൃത്യമായ ഒരു ചോദ്യമില്ലാതെ കൊണ്ട് അതിന് വല്ലാതെ ചുരുക്കിയിട്ട് ഒരു ചോദ്യ രൂപത്തിലാക്കിയിട്ട് തള്ളരുത്. അങ്ങനെയല്ലത്. ജീവിതഗന്ധിയായ പെട്ടെന്നൊരു പാടും. ജീവിതഗന്ധിയായെന്നല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിന്റെ സംഗീതം തന്നെ നമ്മുടെ വിഷയത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു ഗാനം എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ നമ്മൾ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ്. നേരത്തെ സംസാരിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നില്ല ചോദ്യത്തിന്റെ സ്വഭാവം. അത് വിടും. ഇല്ല, അതിൽ ഞാൻ മാറ്റി ചോദിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിസ്കഷൻ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതായത് എനിക്ക് തോന്നുന്ന ചെറിയ കാര്യം ഞാൻ പറയാതെ, ഇപ്പം നമ്മള് സിനിമ പോലെ സമയബന്ധിയായിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് അതിനകത്തൊരു പാട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സിനിമയിൽ ആ പാട്ട് ഉപയോഗിക്കാൻ കാരണമാകുന്ന സന്ദർഭമായിട്ട് അതിന് ചേർത്ത് നിർത്തേണ്ട ആവശ്യങ്ങളുണ്ട്. അത് സിനിമയിൽ ആ പാട്ട് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവം. ജീവിതത്തിൽ വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ 3 സുഹൃത്തുക്കള് എന്തോന്ന് പറഞ്ഞ് തെറ്റിയിട്ട് 3 വഴിക്ക് പിരിയുമ്പോഴായിരിക്കും സംഗമം ത്രിവേണി സംഗമം എന്നുള്ള പാട്ട് റേഡിയോയിൽ വരാം. യാതൊരു ബന്ധം ഉണ്ടായാലും 3 തമ്മിൽ തെറ്റി നിൽക്കുന്ന നേരമായിരിക്കും. ജീവിതത്തിൽ പാട്ട് എപ്പോഴും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും കുഴപ്പമില്ല, അത് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യും. പക്ഷെ സിനിമ നമ്മൾ ഏതെങ്കിലും സാധനത്തിൽ പ്രത്യേകമായിട്ട് സബ്ജക്ട് യൂസ് ചെയ്തൊരു പാട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് അതിന് ചേർത്ത് നിർത്താനൊക്കെ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ കോൺവെർസേഷൻ അതുപോലെ കാണണോ, ഈ ജീവിതത്തിന്റെ സ്വാഭാവികതയിൽ കാണുകയാണെന്നുവെച്ചെങ്കിൽ ഏത് പാടിയാലും കണക്ട് ആവും. എങ്ങനെ വേണ്ടി സബ്ജക്ട് ചെയ്തും കണക്ട് ചെയ്യണം, ഏത് കണക്ട് ആവും. എന്ത് പാടിയാലും ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് നമ്മളെ ചുറ്റും, നമ്മൾ 3-4 ആൾക്കാർ മാത്രമല്ലല്ലോ. എന്ത് മൂളിയാലും, വെറുതെ എന്ത് മൂളിയാലും ഇതിൽപ്പെട്ട ആരായിട്ടെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയും കണക്ട് ആവും. അപ്പൊ എന്താ മൂള രഞ്ജിട്ടാ, ഏത് മൂളിയാലും ഒക്കെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹത്തിന് ഓക്കെയാണോ ചോദിക്കുക? ഏത് മൂളിയാലും ഓക്കെയാണോ? എനിക്ക് ഏതും ഓക്കെയാണ്. 500ഓളം പേരുണ്ട്. പറയണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ 500ഓളം പേരുടെ ആഗ്രഹം അല്ലല്ലോ ഈ പറയുന്നത്. അല്ലല്ല, പെട്ടെന്ന് അല്ല ഞാൻ പറയാം. അവര് ഷഹബാസ് അമൻ ഇന്ന് ലൈവിൽ പാട്ട് പാടുന്നു എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ അവരെ ആകർഷിച്ചിട്ടുണ്ടാവുക. ഷഹബാസ് അമൻ സംസാരിക്കുന്നു, അതും ജീവിതവും സംഗീതവും പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ബന്ധപ്പെട്ട വിവിധങ്ങളായ ചോദ്യങ്ങൾക്കിടയിൽ ഷഹബാസിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാമോ കേൾക്കാനായിരിക്കും അവർ നിൽക്കുന്നത്. ഷഹബാസിനെ അവർക്ക് നാളെയും പാട്ടിലൂടെ കേൾക്കാം. എന്താ ചെയ്യാ, ഏതായാലും രണ്ടുപേരും മൂള രഞ്ജി പക്ഷെ പാട്ട് എന്തായാലും ഒരു സുഖമുള്ള കാര്യമാണല്ലോ. പാട്ടായിക്കോട്ടെ. എന്നാ സുരേഷ് ഒരു പാട്ട് അറിയില്ലെങ്കിൽ ക്ഷണിച്ചേ. ഇല്ല ഷഹബാസ് പാടട്ടെ. ഒരു ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ഇപ്പൊ പാടുന്നത് എന്ത് തന്നെ ആയാലും ഒരു നമുക്ക് ഒരു സുഖമുള്ള അനുഭവമാണല്ലോ. പെട്ടെന്ന് മനസ്സിൽ തന്നെയാണ്. നിസ്തുല നിന്നെ നീയായിട്ടു കാണുവാനത്രയ്ക്കുയർന്നിട
വീട്ടിൽ അന്യരാരും തങ്കക്കിനാവിൽ താലോലിക്കുന്നൊരു സങ്കൽപ്പലോകമല്ലീ ഏകാന്ത കാമുകം നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാമെല്ലാം എത്രയായാലും മനുഷ്യരൽ കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാമെല്ലാം എത്രയായാലും മനുഷ്യരൽ. താങ്ക് യു സർ. ഷബാസിക്ക, താങ്ക് യു. ഡോക്ടർ സുരേഷ്, നമ്മുടെ ഇതിനകത്ത് ചാറ്റില്, ഗ്രൂപ്പിന്റെ സൂമിന്റെ ചാറ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നന്ദിനി പി ചോദിച്ചേക്കുന്നത്. ഇപ്പം കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾ ഇപ്പം ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കുട്ടികൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് പോലെയുള്ള ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടികളുടെ ഒരു സ്ട്രെസ് ഈസ് ഔട്ട് ചെയ്യാനായിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എസ്പെഷ്യലി SBC കേഡറ്റ് ആണ് നന്ദിനി. SBC കേഡറ്റുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നന്ദിനിയുടെ ചോദ്യം. ഇതിലൊരു കുട്ടികളുടെ സ്ട്രെസ്സിന്റെ ഒരു പ്രധാന കാരണം, ഏറ്റവും പ്രധാന കാരണം നമ്മുടെ കുട്ടികളെ ചുറ്റുമുള്ള മുതിർന്ന ആൾക്കാരുടെ സമൂഹത്തിന്റെ ഒക്കെ റെസ്പോൺസ് ആണ്. അതായത് ഈ ഒരു കുട്ടികള് ഒരു രീതിയോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് ഇപ്പോഴുള്ള പ്രത്യേക അവസ്ഥയോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പുറമെ നമ്മുടെ ബാക്കി സമൂഹം അവരുടെ ചില പ്രതീക്ഷകള്, അവരുടെ ചില ആഗ്രഹങ്ങള്, അവരുടെ ചില നിബന്ധനകളൊക്കെ കുട്ടികളുടെ മുകളിൽ വരുന്നതാണ് ഒരു പ്രധാനം. അപ്പൊ അതിലേറ്റവും അതിന്റെ ഒരു ഉത്തരവാദിത്വം ശരിക്ക് സമൂഹത്തിനാണ്, നമ്മുടെ ചുറ്റുമുള്ള ഫാമിലി, നമ്മുടെ ചുറ്റുമുള്ള സമൂഹം. അതേപോലെ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റും. ഇപ്പൊ ചോദിച്ച സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പോലെയുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് പിയർ സപ്പോർട്ട് എന്ന് പറയും. അതായത് നമുക്ക് അറിയാം നമ്മുടെ കൂടെയുള്ള ആൾക്കാര് അവരുടെ കൂടെ എന്താണ് അവരെ കേൾക്കാം. അതുപോലെ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മുതിർന്ന അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ടീച്ചേഴ്സിനൊക്കെ അതേ കൊണ്ടുവന്നിട്ട് ഇടപെടും. കാരണം സമൂഹം ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ്സാണത്, അതിൻ്റെ ഒരു വലിയ ശതമാനം. പിന്നെ ഒരു അപൂർവമായിട്ടുള്ള ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മറുപടിയും ഉത്തരവും സമൂഹത്തിൽ നിന്നാണ് വേണ്ടത്. കുട്ടികളുടെ മുകളിൽ ഒരുപാട് പ്രഷർ, അത് നമ്മൾ നേരത്തെ ഈ പറയുന്ന ജീവിത ലക്ഷ്യം, ജീവിത വിജയം എന്നൊക്കെയുള്ള ചില സാധനങ്ങൾ മുമ്പിൽ കണ്ടിട്ട് കൊണ്ടിടുന്ന ഒരുപാട് ഇഷ്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഒരു എളുപ്പത്തിലൊരു കുറുക്കു വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ രീതിയിൽ പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒരു ലോങ് ടേം സൊല്യൂഷൻ, ദീർഘകാലമായിട്ടുള്ള അതിൻ്റെ ഒരു ഉത്തരം സമൂഹത്തിൽ തന്നെയാണ് വരേണ്ടതെന്നാണ് എൻ്റെ ഒരു ഫീൽ. ഇതൊരു സമൂഹമായിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്കിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ല, ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടും ഒരു കുട്ടികളുടെ മുകളിൽ നമ്മുടെ മുതിർന്ന ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ അവരുടെ എല്ലാ നിബന്ധനകളും ഒക്കെ കുട്ടികളുടെ മുകളിൽ കെട്ടിയേൽപ്പിക്കുന്നതുകൊണ്ടും കുട്ടികൾ അത് ഒരു സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രഷർ അനുഭവിക്കുക ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന സമൂഹം മൊത്തത്തിലുള്ള ഒരു മാറ്റം വരാതെ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വരുന്ന സ്ട്രെസ്ഫുൾ ആയിട്ട്, ഇപ്പോൾ ഈ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ ഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ സ്ട്രെസ്ഫുൾ ആവുന്ന സിറ്റുവേഷനിലുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് ഒരു താൽക്കാലിക സൊല്യൂഷനാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് നമ്മൾ നേരത്തെ അവർ റെസ്പോൺസിബിലിറ്റി ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അത് നിറവേറ്റാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് എൻ്റെ ഒരു ജനറലി ഉള്ള ഒരു ഒബ്സർവേഷൻ. ഓക്കെ, രഞ്ജേട്ടാ, ആദിത്യ വിനോദ് കോട്ടയത്ത് നിന്ന് ആദിത്യ വിനോദ് ഒരു ചോദ്യം നമ്മുടെ സൂമിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അംബേദ്കർ തുടങ്ങി നമ്മുടെ സ്വാതന്ത്ര്യ സമര ആ സമയത്തുള്ള ഒരു നേതാക്കള് മുഴുവൻ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആദിത്യ വിനോദിന്റെ ചോദ്യം, എന്നാൽ ഇന്ന് പലരും ദൈവങ്ങളെയും കൊണ്ട് ദേവാലയങ്ങളിലേക്ക് കയറുന്നു, അതിനെക്കുറിച്ച് രഞ്ജേട്ടന്റെ അഭിപ്രായമാണ് ആദിത്യ ചോദിച്ചേക്കുന്നത്. രഞ്ജേട്ടന്റെ നെറ്റ് ഇപ്പോഴും ഇഷ്യൂ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു അതേ ചോദ്യം തന്നെ ഒരു പക്ഷേ സുരേഷിക്കോ ഷബാസ്കാക്കോ പ്രതികരിക്കാൻ പറ്റും. ഷബാസിക്ക ഒരു കമന്റ് പറയാമോ? രഞ്ജേട്ടന് നെറ്റ് കിട്ടുന്നില്ല. അതായത് വിദ്യാഭ്യാസത്തിന്റെ ഒരു
ഫോക്കസ് നമ്മുടെ കുട്ടികളുടെ വിജ്ഞാനം പകരുക എന്നതിൽ മാറിയിട്ട് ഇപ്പൊ കുറച്ചും കൂടെ റിലീജിയസ് ആകുന്നു എന്നൊരു സംശയമാണ് ആദിത്യ വിനോദ് ചോദിച്ചേക്കുന്നത്. ഷഹബാസൊക്കെ കേൾക്കാവോ? കേൾക്കാം, പക്ഷെ ഞാൻ വേറെ ആരെങ്കിലും കേൾക്കാൻ വിചാരിച്ചു. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? വേറൊരു ലിജോ ജേക്കബ് ORC കണ്ണൂർ എന്ന് ചോദിച്ചേക്കുന്നത്, ജീവിതത്തിന്റെ സംഗീതം ആനന്ദം കണ്ടെത്താൻ കുട്ടികളെ എങ്ങനെ സഹായിക്കാം? ഒരു മ്യൂസിക്കിലൂടെ നമ്മൾ എങ്ങനെ ഒരു കുട്ടികളെ ജീവിതത്തിന്റെ വഴിയിലേക്ക് നയിക്കാം എന്നുള്ളതായിരിക്കും ലിജു ജേക്കബ് ORC കണ്ണൂർ എന്നുള്ള ചോദ്യമാണ്. കുട്ടികളോട് ഒരു കാര്യം പറയാൻ ചെറിയൊരു സംഭവമില്ല. അത് വലിയ ചിത്രകാരന്മാരൊക്കെ കുട്ടികളെ പോലെ വരക്കാനാണ് ആഗ്രഹിക്കുന്നത്. വരച്ച് ഒരു കുട്ടീന്റെ കുത്തിവര പോലെ എത്താൻ പറ്റുമെന്നുള്ള അത്രയും ഹൈറ്റിൽ എത്താൻ പറ്റുമെന്ന് നോക്കാൻ ശ്രമിക്കും. അപ്പൊ ഈ ഒരു കുട്ടി ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി ചോദിച്ച ചോദ്യത്തിക്ക് എത്താൻ നമ്മളതൊന്നല്ലാത്ത മുത്തുപോലെ ഡോക്ടർ സുരേഷ് ഇതിനൊരു നമ്മുടെ കുട്ടികൾക്കൊരു ലൈഫിന്റെ മിഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഈ നമ്മൾ ഇത് സാധാരണ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഈ ലക്ഷ്യം, ജീവിത വിജയം എന്നൊക്കെയുള്ള സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ മുതിർന്ന ആൾക്കാരുടെ ചില ധാരണകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് കുട്ടിയെ ലക്ഷ്യം കാണുക എന്നൊക്കെ പറയുന്നത്. നമ്മള് ഒരു ഇപ്പൊ നമുക്ക് ജീവിതത്തില് ഒരു സ്ഥായിയായിട്ട് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും ഇന്ന് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ പലരുടെയും ലക്ഷ്യങ്ങള് കുട്ടികളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുകയാണ്. കുട്ടിയുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രീതി അല്ലത്. അതായത് നമുക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് ഫസ്റ്റ് പഠിച്ച് ഒന്നാമനാവണം, അല്ലെങ്കിൽ സിവിൽ സർവീസ് എഴുതണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നൊക്കെ ഉള്ളത് അതല്ലത്. അത് നമ്മളിപ്പോ ഒരാള് ഇപ്പൊ ഞാൻ എന്നോട് ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം എന്തായിരിക്കണം ഒരാൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ല മനുഷ്യരായിട്ട് എങ്ങനെ ജീവിച്ചു പോവാം, നമ്മള് അവനവനോട് എങ്ങനെ സത്യസന്ധത പുലർത്താം, അതെങ്ങനെ നിലനിർത്തി കൊണ്ടുപോവാം തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്ഥിരമായിട്ടുള്ള ലക്ഷ്യമാണ്. മറ്റേ നമ്മൾ പഠിച്ച് ഡോക്ടർ ആവുക, അല്ലെങ്കിൽ 1ാം റാങ്ക് വാങ്ങുക എന്നൊക്കെയുള്ള മാതിരിയുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരെ മഹാനായ ഒരാളെ കണ്ട് അതുപോലെ ആവുക എന്നൊക്കെയുള്ള മാതിരിയുള്ള ലക്ഷ്യങ്ങള് എനിക്ക് തോന്നുന്നത് കുട്ടികളെ ഒരു അർത്ഥത്തിൽ, ഞാൻ പറയുന്നത് അതിന്റെ ശരിയായ സെൻസിൽ എടുക്കുകയാണെങ്കിൽ, കുട്ടികളെ വഴിതെറ്റിക്കുന്ന ലക്ഷ്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എസെൻഷ്യലി ബേസിക് ആയിട്ട് ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം ആവേണ്ടത് ഇതാണ്. അതായത് എങ്ങനെ ഇതൊരു വളരെ കുഴപ്പം പിടിച്ച ലോകമാണ്. ഇതിൽ നമ്മൾ അന്തസ്സായിട്ട് സത്യസന്ധതയോടെ അവനവനോട് സത്യസന്ധത പ്രവർത്തിക്കൊണ്ട് അവനവൻ ഹാപ്പി ആയിട്ട് എങ്ങനെ ജീവിക്കാം, അതായിരിക്കണം. അതിന്റെ ബാക്കി വരുന്നതൊക്കെ അതിന് ചേരുന്നതാണോ അല്ലയോ എന്നുള്ള ഒരു സാധനം. ഇത് മാത്രമല്ല, ഇത്തരം ഈ താൽക്കാലിക നമ്മൾ പറയുന്ന ലക്ഷ്യങ്ങൾ മാറി വരികയും ചെയ്യും. അത് ഒരു സ്ഥിരമായിട്ട് ഇപ്പം ഡോക്ടർ ആവുക എന്നുള്ള ഒരു ലക്ഷ്യം ആയിക്കഴിഞ്ഞാൽ, ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നില്ലല്ലോ, അയാളുടെ ജീവിതം പിന്നെയും ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ ഇല്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പലപ്പോഴും എന്താവണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുടെ മുതിർന്ന ആൾക്കാരോ തന്നെയാണ് പറയാ, അടുത്ത പ്രൊമോഷനാണ് എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരുപാട് കാശുണ്ടാക്കലാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത്തരം താൽക്കാലിക ലക്ഷ്യങ്ങൾ അതൊരു മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. താൽക്കാലിക ലക്ഷ്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്, താൽക്കാലികമായ ടാർഗറ്റ് ഉണ്ടാവണം. പക്ഷെ ഒരു ബേസിക് ആയിട്ട് നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്, ബേസിക് ആയിട്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് കുറെ കൂടി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കേണ്ട സാധനം എന്താണ്, സ്ഥിരമായി നിങ്ങൾ കൊണ്ടു നടക്കേണ്ട മൂല്യം എന്താണ്, നിങ്ങളുടെ ലൈഫിന്റെ പേര്, അത്തരം ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
കുട്ടികളോടായാലും ഭാവിയിൽ ആരാവണം എന്നുള്ള ഒരു ചോദ്യത്തിന്റെ കാളും പ്രധാനം ഇത്തരം ചോദ്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്റെ ഒരു പേഴ്സണൽ ഒരു സ്ഥാനമാണ്. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ കാണുക കുട്ടികളായിട്ടുള്ള ഡീലിങ്ങിൽ അവർക്ക് ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള, അവർക്ക് നമ്മൾ ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാധനമല്ല. അവരുടെ കയ്യിലുള്ള ഈ ഒരു സ്പിരിറ്റ് കളയാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അതെന്റെ ഒരു ഫീല്. ആനന്ദ്, രഞ്ജിത്തേട്ടൻ തിരിച്ചു വന്നോ എന്നൊരു സംശയമുണ്ട്. രഞ്ജിത്തേട്ടൻ ഉണ്ടോ? നമ്മുടെ രഞ്ജിത്തേട്ടൻ കേൾക്കുന്നില്ല. കാണാമോ എന്നെ? രഞ്ജിത്തേട്ടനെ കാണാം. ഇപ്പൊ കാണാം. രഞ്ജിത്തേട്ട കാണാം. എനിക്ക് നിങ്ങളെയും കാണാം. രഞ്ജിത്തേട്ടൻ നേരത്തെ രഞ്ജിത്തേട്ടൻ ഓഫ്ലൈൻ ആയിരുന്ന സമയത്ത് വന്നൊരു ചോദ്യം, രഞ്ജിത്തേട്ടനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ സൂമിൽ വന്നതാണ്. ചോദ്യം ഇതായിരുന്നു, അതായത് നമ്മുടെ അംബേദ്കർ തുടങ്ങിയുള്ള നമ്മുടെ മുൻകാല നേതാക്കള് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മതത്തിലേക്കും രാഷ്ട്രീയ ഇതിലേക്കും ഫോക്കസ് മാറുന്നു എന്നുള്ളതിനെ കുറിച്ച് രഞ്ജിത്തേട്ടന്റെ അഭിപ്രായമാണ് ചോദിച്ചത്. ഈ ഫോക്കസ് മാറുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതും പഠിക്കണം കുട്ടികൾ എന്നാണ് ഞാൻ പറയുക. പഠിക്കാൻ ഇന്നതേ പഠിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശത്തിൽ അർത്ഥമില്ല. ഇത് പഠിക്കരുത് എന്ന് പറയുന്നതും പഠിക്കണം. ഇത് പഠിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതും കൂടെ പഠിക്കുക എന്നുള്ളതായിരിക്കണം തീരുമാനം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഒരു വ്യാപകമായ ഒരു അറിവിന്റെ ആകാശം ഒരു കുട്ടിക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം സിസ്റ്റം അത് എന്തു തന്നെ ആവട്ടെ, ഇത് പഠിക്കൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല പഠിക്കേണ്ടത് എന്ന് കുട്ടി സ്വയം തീരുമാനിക്കുക തന്നെ വേണം. ഫെബിൻ ഫിർഷാദും രഞ്ജിത്തേട്ടനോട് തന്നെ ചോദിച്ചേക്കുന്നത്, സാറിന് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്കും അവിടെ നിന്ന് ചലച്ചിത്ര മേഖലയിലേക്കും എത്താൻ രഞ്ജിത്ത് സാറിന് പ്രചോദനമായ ഒരു വൺ മാൻ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ ആരാണ്? കോഴിക്കോട് നിന്നാണ് ഫെബിൻ ഫിർഷാദ്, മെമുണ്ട HSS. ഞാൻ തന്നെയുള്ളൂ. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉള്ളിൽ നിന്ന് ഉത്തരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ യാത്രകൾ ചെയ്യാറുള്ളത്. അതിനകത്ത് ഇൻസ്പിറേഷനും റോൾ മോഡലൊന്നുമില്ല. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ എന്നോട് ചോദിച്ചു, അതിന് ഉത്തരം എനിക്കുള്ളിൽ നിന്ന് കിട്ടി, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ആ യുവ സുഹൃത്തിനോടും പറയാനുള്ളത്. അവനവനോട് ചോദിക്കുക, അവനവനോട് ചോദിച്ചാൽ കിട്ടിയാൽ ആ ഉത്തരം കിട്ടും. അല്ലാതെ ഇവിടെ എവിടേക്ക് യാത്ര, ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഡോക്ടർ സുരേഷ് അനവധിയായ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരാളാണ്. സുരേഷിൻ്റെതായ ഒരു ഇരിപ്പിടത്തിലേക്ക് എത്തുമ്പോൾ അത് സുരേഷ് അയാളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാൾക്ക് ലഭിച്ച ഉത്തരത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് സ്വയം ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം. ഒരിക്കലും ഈ റോൾ മോഡലുകളെ തേടി പോകരുത്, അതിനെ വിശ്വസിക്കുകയും ചെയ്യരുത്. ഉപദേശികളെയും സ്വീകരിക്കരുത്. കാരണം സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ട കാര്യങ്ങളാണ് ഈ ഉപദേശ രൂപേണ പലരും നിങ്ങളിലേക്ക് കൊടുത്തയക്കുന്നത്. അതും സ്വീകരിക്കേണ്ട. അവനവനോട് സംസാരിക്കുക, അവനവനോട് ചോദിക്കുക. അത് ഏറ്റവും വൃത്തിയും ഭംഗിയുമുള്ള അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട്, പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടിരുന്നു കൊണ്ട് സ്വയം ചോദിക്കുക. അതിനാണ് ബോധി എന്നൊക്കെ പറയുന്ന പഴയകാല കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ മതി. എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചു നേരത്തെ ലക്ഷ്യത്തിനെ പറ്റി പറഞ്ഞ അതേ സാധനമാണ് രഞ്ജി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു തന്നുണ്ട്. അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുതരുന്ന ലക്ഷ്യം അല്ല നമ്മുടെ ലക്ഷ്യം, നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും കാണിച്ചു തരുന്ന വഴിയല്ല നമ്മുടെ വഴി. സുരേഷ്, ഇത് സ്വയം ചോദിക്കാതിരിക്കാൻ സമൂഹം, ചിലപ്പോൾ കുടുംബവും പല ശ്രമങ്ങളും നടത്തും. അതിൽ നിന്നും കുതറാനുള്ള മനസ്സും മാനസിക ആരോഗ്യവും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, അതിൽ നിന്ന് കുതറുക. നിങ്ങളുടെ അച്ഛനല്ല, നിങ്ങളുടെ അമ്മയല്ല നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അധ്യാപകരുമല്ല, നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടത് സ്വതന്ത്രമായ ഒരു ഒരു മനോസാഹചര്യം എന്ന് പറയും. അതിലേക്ക് നിങ്ങൾ എത്തും.
അവിടെ നിങ്ങൾ ചോദിക്കും, നിങ്ങളിലേക്ക് തന്നെ. അവിടെ നിങ്ങളുടെ വഴിയും തെളിയും. ഷഹബാസിക്ക ഇതിനോട് ചേർത്ത് പറയാൻ? ഇതിന് ചേർത്ത് പറയും പൂർണ്ണമാണ്. പൂർണ്ണമാണ്. അതെനിക്ക് തോന്നുന്നത് ഓരോ നിമിഷം ഇതിപ്പം കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ കാര്യത്തിലും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണോ നമ്മൾ ചെയ്യേണ്ടത്? ആർ വി ഹാപ്പി അബൌട്ട് ഇറ്റ്? അല്ലെങ്കിൽ നമ്മൾ അതാണോ നമ്മുടെ സന്തോഷം? നമ്മൾ ഈ ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ ചെയ്യേണ്ടത്? ഈ ചോദ്യം നമ്മൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾക്കും ഈ പറഞ്ഞ പോലെ ഒരു വളർച്ച ഉണ്ടാവില്ല. ഒരു കുട്ടികളുടെ മാത്രം കാര്യമല്ല, അത് മുതിർന്ന ആൾക്കാരുടെയും കൂടി കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുതിർന്നവർ, അവർ കുട്ടികൾ എന്ന അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. ഇത് സ്കൂൾ കുട്ടികളുടെയൊക്കെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. ഇത് അവർ ചോദിച്ചിരിക്കേണ്ട ചോദ്യമാണ്, എപ്പോഴും ചോദിക്കേണ്ട ചോദ്യം. നമ്മളെക്കാളും മുതിർന്നവരാണ് പല കാര്യങ്ങളിലും, അത് വേറെ കാര്യം. അപ്പൊ ഇത് അവനോട് ചോദിച്ചുകൊണ്ടേ എന്നുള്ള, അതെ, സ്വയം നവീകരണം ഉണ്ടാവുള്ളൂ. സ്ഥിരമായി ചോദിക്കുക, സത്യസന്ധമായിട്ട് ഉത്തരം പറയുക, അതാണ്. ഇനി അത് സത്യസന്ധമായ ഉത്തരം ഉള്ളിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. ഇനി അത് ലഭിക്കാത്തൊരു കാലം വരികയാണെങ്കിൽ ബെറ്റർ ഈ കടയടക്കുക എന്നുള്ളതാണ്. ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ ഒരാൾ മൗനിയായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അപരന് ആത്മസുഖത്തിനായിട്ട് എന്നറിയില്ല, പക്ഷെ അപരനെ ദ്രോഹിക്കാതെ മാറിയിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപരനെ ദ്രോഹിക്കുന്ന ഒരു കവിതയും എഴുതാൻ പാടില്ല, ഒരു കഥയും എഴുതാൻ പാടില്ല, ഒരു ചികിത്സയും നിശ്ചയിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രം സ്വീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ പിന്മാറാൻ പറ്റുന്ന ഒരു കാലത്ത് പിന്മാറുന്നതാണ് നല്ലത്. നമ്മുടെ സിംഫണി ഓഫ് ലൈഫ് എന്ന യാത്ര ഒരുപാട് വിഷൻസ്, ഒരുപാട് അർത്ഥതലങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തു. ഇനിയിപ്പോ നമുക്കത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് രഞ്ജിത്ത് വാര്യർ, MBTയുടെ തന്നെ പ്രമുഖനായിട്ട് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രഞ്ജിത്ത് വാര്യരെ ക്ഷണിക്കുകയാണ് നമ്മുടെ സെഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട്. താങ്ക് യു ആനന്ദ്. വെരി ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇതെങ്ങനെയാ ഇത് കൺക്ലൂഡ് ചെയ്യാന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. കാരണം നമ്മുടെ ഇന്നത്തെ 3 സ്പീക്കേഴ്സും ഐ എം നോട്ട് ഷുവർ നമുക്കിന്നൊരു ടെക്നിക്കൽ റീസണുകൾ കൊണ്ട് നമുക്ക് എത്രത്തോളം ഇവരുടെ 3 പേരുടെയും ഒരു പൊട്ടൻഷ്യൽ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചുവോ എന്നറിയില്ല. എന്നിരുന്നാൽ കൂടെ ഫ്രം വാട്ട് എവർ ദേ ഹവ് ഷെയർഡ്, ഈ 3 പേരെയും സംബന്ധിച്ച് ഈ ടോപ്പിക്കെ അവര് പിച്ചി ചീന്തി എന്താ പറയാ, റൈറ്റ് ഫ്രം ഹൗ രഞ്ജിത്തേട്ടൻ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഇത് ആനന്ദം എന്ന ടോപ്പിക്കിനെ ആദ്യം റീനെയിം ചെയ്ത് തുടങ്ങി. അവിടെ നിന്ന് ഷാബാസ് ഭായ് എടുത്തിട്ട് സിംഫണി ഓഫ് ലൈഫ് അല്ല, ലൈഫ് ഇറ്റ്സെൽഫ് ഇസ് എ സിംഫണി എന്നുള്ളൊരു വ്യാഖ്യാനം കൊടുത്തു. സുരേഷ് ജി ഓഫ് കോഴ്സ് MBTയുടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ്, അതുകൊണ്ട് പ്രോബബ്ലി ഈ കാര്യത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കാം. എന്നിരുന്നാൽ കൂടെ വളരെ ഭംഗിയായിട്ട് ഒരു ഫ്ലോയിലാണ് 3 പേരുടെയും ഒരു ആംഗിൾ ഓഫ് ഒബ്സർവേഷൻ സിംഫണി ഓഫ് ലൈഫിൽ പറഞ്ഞത്. ഒരു ഇഫ് ഐ ക്യാൻ ടേക്ക് ഹോം എ പോയിന്റ്, ഇതിൽ എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു പോയിന്റ് എന്റെ മനസ്സിൽ ഇവിടെ നിന്ന് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നത് പ്രോബബ്ലി സുരേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റീവ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ്. അതിനെക്കാട്ടിലും ഉപരി ഇവരുടെ കമ്മ്യൂണിക്കേഷനിൽ കൂടെ ആ പർപ്പസ് അല്ലെങ്കിൽ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി സിംഫണി ഇൻ യുവർ ലൈഫ്, ഒരു മ്യൂസിക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ താളങ്ങളും ഓരോ എന്താ പറയാ നോട്ട്സും എൻജോയ് ചെയ്തിട്ട് ആ പ്രോസസ്സ്, ആ ഒരു ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിലിം മേക്കർ ആവണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദി ഡെസ്റ്റിനേഷൻ, it is the process which takes you there is what is important, and that is what you should enjoy എന്നുള്ള ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്കൊരു പേഴ്സണലി ഈസ് എ ടേക്ക് ഹോം ഫോർ മീ. ബിഫോർ ഐ കൺക്ലൂഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് 3 പേരോടും വളരെയധികം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫോർ ഓൾ ദി വ്യൂവേഴ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ് ഫോർ ഹൂവർ ഹാസ് മിസ്ഡ് ഇറ്റ്. 3 പേരോടും വളരെ അധികം നന്ദി. വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് പ്രോബബ്ലി ഇന്നത്തെ 10th എപ്പിസോഡ് ഞങ്ങളെ സംബന്ധിച്ച് മിഷൻ ബെറ്റർ ടുമോറോ പോസ്റ്റ് ഫ്രൈഡേ ടോക്ക് സീരീസിന്റെ ഒരു മൈൽ സ്റ്റോൺ എപ്പിസോഡ് ഞങ്ങൾ എല്ലാവരും കരുതിക്കൊണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്.
We can't believe that we have finished 10 episodes, and that too with these 3 prominent people that we have got today. Valaradhigam nanni moonu perikkum. Before I wind up, Vijayan sir line londo, I would like to request him for a closing feedback. Vijayan sir undo? Anand, do you see Vijayan sir undo? Yeah, okay. No problem. Nonetheless, let me, on behalf of each and every MBT member, for all the MBT leaders, on behalf of each one of y'all, each one of us, let me thank എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ വളരെയധികം നന്ദി ഒരിക്കൽ കൂടി. രഞ്ജിത്ത് സർ, ഷബാസ് ഭായ്, വിജയൻ സാർ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇൻ ബിറ്റ്വീൻ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഡേന്റെ പ്രീ ഡേ ആയതുകൊണ്ടായിരിക്കണം, ഈവ് ആയതുകൊണ്ടായിരിക്കണം ഒരു സം സെക്യൂരിറ്റി റീസൺസ് എന്തെങ്കിലും ഇതുകൊണ്ട് നെറ്റിന് കുറെ ചെയ്തിട്ടുണ്ടോ. എനിവേ ഇറ്റ്സ് എ റിയലി എ ഗ്രേറ്റ് മിക്സ് ഓഫ് എക്സ്പീരിയൻസ്. തുറന്നു പറച്ചിലിന്റെ സമയമായിരുന്നല്ലോ. ഈ എന്താ പറയാ, രഞ്ജിയും അതുപോലെ ഷവാസും ഡോക്ടർ സുരേഷും ഒക്കെ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫെസിലിറ്റേറ്റിംഗ് ആണ്. നമ്മളാരും ആരോടും ഒരു ഡിസിഷൻ എടുക്കണം എന്ന് പറയാറില്ല. നമ്മൾ ഡിസിഷൻ എടുക്കാനുള്ള മെറ്റീരിയലുകൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവരിലെല്ലാവരും തന്നെ ഈ കേൾക്കുന്ന ആളുകൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു, അതിനെ എങ്ങനെ ഇംബൈബ് ചെയ്യുന്നു, എന്നിട്ട് അവനവരിലേക്ക് നോക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ ജീവിതത്തിന്റെ അവരുടേതായ ഒരു സിംഫണി ക്രിയേറ്റ് ചെയ്യാനും ഇത്തരം ചർച്ചകൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. ദാറ്റ്സ് ഈ 3 എമിനന്റ് പേഴ്സൺസ് നമ്മളെ കൂടെ ജോയിൻ ചെയ്തതിൽ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. നമ്മൾ കുറേം കൂടി അടുത്തൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സൂമിലുള്ള മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിന്റെ ഓർഗനൈസിംഗ് ടീം, നമ്മുടെ എസ്പെഷ്യലി ദാറ്റ് യുനോ ടെക്നിക്കൽ പീപ്പിൾ, ഡാനിഷ്, ഹാരിഷ്, അതുപോലെ തന്നെ പ്രശാന്ത്, ബൈജു, ഇവരൊക്കെ വിസിബിൾ അല്ലാത്ത ആളുകൾ പ്രത്യേകം തന്നു. വെൽ കോർഡിനേറ്റഡ് വർക്ക്. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച നമ്മള് ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാവും. അടുത്ത ആഴ്ച നമ്മുടെ എക്സ്പ്ലോറിംഗ് ക്രിയേറ്റിവിറ്റി ആണ് വിഷയം. അതിനൊരു കാർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. next week same time, next Friday.